Hello, welcome to Hightop Education. This is Anaka. Here I am dealing with NOS SLC Science and Technology class. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th NOSലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള മൂവിങ് തിങ്സിലെ 10th ലെസൺ ആയിട്ട് വരുന്ന ഫോഴ്സ് ആൻഡ് മോഷൻ ആണ്. ഇത് വളരെ എളുപ്പമുള്ളതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്ററാണ്. ഫോഴ്സ് ആൻഡ് മോഷൻ അഥവാ ബലവും ചലനവും. നമുക്കറിയാം ഫോഴ്സും മോഷനും ഒക്കെ നമ്മുടെ നമുക്ക് പരിചിതമായിട്ടുള്ള വേർഡ്സ് ആണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു എങ്ങനെയാണ് ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു എങ്ങനെയാണ് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നമുക്ക് എങ്ങനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനെ നിർത്താം, ആ ഒരു മോഷൻ അതിനെ എങ്ങനെ നിർത്താം. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പോ ഈ നമ്മളൊരു കാർപ്പറ്റ് നമ്മൾ കുടയുമ്പോൾ അതിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ച് അതിന്മേ ഡാബ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതേപോലെ നിങ്ങൾ ഒരുപാട് മെഷീൻസ് അല്ലെങ്കിൽ എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് നമ്മളിപ്പോ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫ് ഒക്കെ, അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിനൊക്കെ ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും അല്ലെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്തുകൊണ്ടാണ് അത്? അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെയൊക്കെ ബാക്കിലുള്ള ഒരു റീസൺ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ രസകരമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ കാരണങ്ങൾ എന്നതിനെ കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്തറിയണം, എന്താണ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് മോഷൻ എന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. സോ എന്താണ് ഫോഴ്സ് നോക്കാം. ഫോഴ്സ് ഈസ് വാട്ട് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി. ഫോഴ്സ് അഥവാ ബലം. ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് നിശ്ചലാവസ്ഥയോ സമചലനാവസ്ഥയോ മാറ്റാൻ ശ്രമിക്കുന്നതോ ആയ പ്രഭാവം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെസ്റ്റിലിരിക്കുന്ന ഒരു കസേര. ഓക്കെ, കസേരയ്ക്ക് തനി എന്തായാലും മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എപ്പോഴാണോ നമ്മൾ അതിനെ ഒന്ന് പുൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ പുഷ് ചെയ്യുന്നതോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യുന്നതോ അപ്പോഴാണ് ആ കസേര എന്ത് ചെയ്യുന്നത്, മാറുന്നത്, അല്ലെങ്കിൽ ആ കസേര എന്ത് ചെയ്യുന്നത് ഒരു റെസ്റ്റിൽ നിന്ന് എന്തിലേക്ക് വരുന്നത്, മോഷനിലേക്ക് വരുന്നത്. അതേപോലെ ഇപ്പോ ഒരു കാർ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കണം. കാർ എന്തിലാണത്? മോഷനിലാണെന്ന് വിചാരിക്കും അല്ലെ, മോഷനിലല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമുക്ക് നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യും അല്ലെ. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ കാർ നിൽക്കുന്നത്. അപ്പോഴെന്താണ് അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ഒരു റെസ്റ്റിലുള്ള ബോഡീനെ മോഷനിലേക്കും അല്ലെങ്കിൽ മോഷനിലുള്ള ഒരു ബോഡീനെ റെസ്റ്റിലേക്കും കൊണ്ടുവരാൻ വേണ്ടുന്ന ഒരു എന്താ പറയാ ഒരു ഒരു തിങ് അല്ലെ, അതാണ് എന്ത് ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണോ അതിനെ ആ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലേക്ക് മാറ്റുന്നത് എന്താണോ, അതെങ്ങനെയാണോ സംഭവിക്കുന്നത്, അതാണ് എന്ത് ഫോഴ്സ്. അവിടെ ഒരു ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു ഫോഴ്സ് വസ്തുക്കളെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയണത് സെറ്റ് എ ബോഡി ഇൻ ടു മോഷൻ. നമ്മൾ പറഞ്ഞതുപോലെ ഒരു റെസ്റ്റിലുള്ള ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യിപ്പിക്കാൻ എന്ത് വേണം, ഫോഴ്സ് വേണം. സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത് എന്താ, സ്റ്റോപ്സ് എ മൂവിങ് ബോഡി. ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിർത്താൻ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എന്ത് വേണം, റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ എന്ത് വേണം, യെസ്, ഒരു ഫോഴ്സ് അവിടെ വേണം എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നമ്മളൊരു ചെയറിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ കാറിന്റെ എക്സാമ്പിൾ നമുക്ക് അതിന് എടുക്കാം. ദെൻ എന്താ പറയുന്നത്, ചേഞ്ച് സ്പീഡ് ഓഫ് എ മൂവിങ് ബോഡി. സിമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്, നമ്മളൊരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ഓൾറെഡി മൂവിങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് കാർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാറിന്റെ സ്പീഡ് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാറിന്റെ സ്പീഡ് കൂടുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഒരു ഓൾറെഡി മൂവിങ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ സ്പീഡ് മാറ്റി കൊടുക്കാൻ എന്തിനു പറ്റും, യെസ്, ഒരു ഫോഴ്സിന് പറ്റുമെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ചേഞ്ചസ് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓൾറെഡി മൂവ് ചെയ്തിരിക്കുന്ന ഇപ്പൊ കാറിന്റെ തന്നെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ. അതേപോലെ ഇപ്പൊ ഒരു ചെയറിനെ നമ്മൾ പുൾ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് വേണ്ട ഡയറക്ഷൻ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പോഴൊക്കെ എന്ത് കൊടുത്താൽ മതി, ഒരു ഫോഴ്സ് അവിടെ കൊടുത്താൽ മതി അല്ലെ, അപ്പൊ ഡയറക്ഷനും മാറ്റാൻ പറ്റും. അടുത്തായിട്ട് പറയുന്നത് ചേഞ്ചസ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ഷേപ്പും സൈസും മാറ്റാൻ ആർക്ക് പറ്റും എന്നാ പറയുന്നത്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ചപ്പാത്തി മാവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചപ്പാത്തി മാവ് നമ്മൾ
റൗണ്ട് ഉരുട്ടിയിട്ടല്ലേ നമ്മൾ ചപ്പാത്തിയായിട്ട് പരത്തുന്നു. അവിടെയൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉരുട്ടുന്നു, നമ്മൾ പരത്തുന്നു, ഇതൊക്കെ എന്ത് തന്നെയാണ്? അതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ മാവിന്റെ ഷേപ്പും സൈസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട് അല്ലെ? വേറെന്താ? വേറെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ? ബലൂൺ. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്നു. വീർപ്പിക്കുക പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സൈസ് വലുതാവുന്നുണ്ട്, അതിന്റെ ഷേപ്പ് മാറുന്നുണ്ട്. സിമ്പിൾ. നമ്മുടെ ഡെയിലി ചുറ്റും നടക്കുന്ന പല എക്സാമ്പിൾ എന്താണ്? എന്ത് കാരണം നടക്കുന്നത്? അവിടെ എന്താണ്, എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? യെസ്. അടുത്തത്, ഈ ഫോഴ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സന്തുലിതവും അസന്തുലിതവുമായിട്ടുള്ള ബലങ്ങൾ. ഓക്കെ, എന്താണ് അപ്പൊ ബാലൻസ്ഡും അൺബാലൻസ്ഡും എന്ന് പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച് നമുക്കത് പറയാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു കളിയാണ് എന്ത്? വടംവലി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഓണത്തിനൊക്കെ കളിക്കുന്ന ഒരു കളിയാണ്. ഇംഗ്ലീഷിൽ ടഗ് ഓഫ് വാർ എന്ന് പറയും. ആ കളി എങ്ങനെ നടക്കുന്നത്? രണ്ട് ടീമായി തിരിക്കും. എന്നിട്ട് ഈക്വൽ നമ്പർ ഓഫ് ആൾക്കാർ ഒരു വലിയൊരു കയർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിന്നിട്ട് എന്ത് ചെയ്യും? അവർ അവരുടെ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? കാര്യമായിട്ട് ഫോഴ്സ് കൊടുത്ത് വലിക്കുന്നു. അപ്പൊ ഏത് സൈഡിലേക്കാണോ ആ കയറ് നീങ്ങുന്നത് ആ ടീമാണ് ജയിക്കുക. അങ്ങനെയുള്ള കളി നടത്തുന്നത്. അപ്പൊ ഈ കളി തുടങ്ങുന്ന സമയത്ത് രണ്ട് ടീമും എന്ത് ചെയ്യണം? ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരേപോലെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. രണ്ട് ടീമും ശക്തമായിട്ട് ഒരേ അളവിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ റോപ്പ്, ആ കയർ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് അവിടെ തന്നെ റെസ്റ്റിൽ തന്നെ നിൽക്കുകയാണ് അല്ലെ? അപ്പൊ എന്താ? രണ്ട് സൈഡും ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നില്ല? എവിടെയാണ് നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത്? കയറിന്റെ മേലെ. രണ്ട് ടീമും ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ കയർ നീങ്ങുന്നില്ല. സോ അങ്ങനെ കൊടുക്കുന്ന ഫോഴ്സസിനെയാണ്, അല്ലെങ്കിൽ ഒരേപോലെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരേ ഈക്വൽ എമൗണ്ടിൽ കൊടുക്കുന്ന ഫോഴ്സസിനെ പറയുന്ന പേരാണ് എന്ത്? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്തായിരിക്കും അൺബാലൻസ്ഡ് ഫോഴ്സ്? യെസ്, ഇത് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കാം. കളിയുടെ അവസാനം ആകുമ്പത്തിന് എന്തായാലും ഒരു ടീം ജയിക്കണല്ലോ. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെയാണ് ആ ഒരു കളി ജയിക്കുക? ഏത് ടീമാണോ ഇപ്പൊ തുടക്കത്തിലൊക്കെ രണ്ടുപേരും ഒരേപോലെ ഈക്വൽ ആയിട്ട് എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കും. അപ്പൊ ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ഇപ്പൊ. ഓക്കെ, ആ കയർ അധികം മൂവ് ചെയ്യുന്നില്ല, അത് അതേപോലെ നിൽക്കുകയാണ്. പക്ഷെ കളി അവസാനിക്കാനാകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ടീം കുറച്ച് കൂടുതൽ ഫോഴ്സ് എടുക്കും. മറ്റു ടീമിനേക്കാൾ ഒരു ടീം എന്തെങ്കിലും കൂടുതൽ ഫോഴ്സ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ കയർ ആ സൈഡിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ആ ഫോഴ്സ് എന്തായി? ബാലൻസ്ഡ് ഫോഴ്സിൽ നിന്ന് എന്ത് ഫോഴ്സ് ആയി? അൺബാലൻസ്ഡ് ഫോഴ്സ് ആയി. ലൈക്ക് രണ്ടും എമൗണ്ട് മാറിയില്ലേ? ഒരു ടീം കൂടുതൽ ഫോഴ്സ് കൊടുത്തു, അപ്പൊ അവിടെ എന്തായി? ഈ റോപ്പ് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് എന്തായി? മൂവ് ചെയ്തു. ഇതിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയത്. ഫോഴ്സസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബാലൻസ്ഡും ഉണ്ട്, അൺബാലൻസ്ഡും ഉണ്ട്. ഓക്കെ, ബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും ഒരേ അളവിൽ ഫോഴ്സ് കൊടുക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. ഒരു ബോഡിയുടെ മേലെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒബ്ജക്റ്റിന് മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ടോ? ഇല്ല, മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും എന്താണ് വരുന്നത്? ഒരു ഡയറക്ഷനിൽ കൂടുതൽ ഫോഴ്സ്, മറ്റേ ഡയറക്ഷനിൽ നിന്നും കൂടുതൽ ഫോഴ്സ് ആയിട്ട് വേറെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ അതാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? യെസ്, ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, ഇത് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ത് തന്നെയാണ്? ഈ വടംവലിയാണ്, അല്ലെങ്കിൽ ടഗ് ഓഫ് വാർ തന്നെയാണ്. ഇനി വേറെ എക്സാമ്പിൾ വെച്ചിട്ടും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ ഒരു മേശയുടെ മേലെ നമ്മളൊരു ബുക്ക് വെച്ചു. അപ്പൊ ഞാൻ എന്റെ ഈ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്തു? അതിനെ ഞാനൊന്ന് പുഷ് ചെയ്തു. ലെഫ്റ്റ് സൈഡിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കിന് എന്ത് സംഭവിക്കും? യെസ്, ബുക്ക് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം അത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അവിടെ മറ്റേ സൈഡിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഈ ബുക്കിന്റെ മേലേക്ക് വരുന്നില്ല. ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഫോഴ്സ് വരുന്നുള്ളൂ. സോ അത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പൊ ബുക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ എന്ത് ചെയ്തു? ഈ ബുക്കിനെ ഞാൻ എന്റെ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട്, ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് റൈറ്റ് സൈഡോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നുണ്ട്? ബുക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതും അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. പക്ഷേ ഞാൻ എന്റെ രണ്ട് കൈ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ ഈ ബുക്കിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും ഒരേപോലെ പുഷ് ചെയ്യുകയാണെങ്കിൽ ആ ബുക്ക് എന്ത് ചെയ്യുന്നില്ല? മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് എന്ത് ഫോഴ്സ് ആണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. സിമ്പിൾ അല്ലേ? നമുക്ക് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും എന്താന്ന് മനസ്സിലായി. നമുക്ക് ഒന്നും കൂടി അതിനൊന്ന് ബ്രീഫ് ചെയ്തിട്ട് പറയാം. ബാലൻസ്ഡ് ഫോഴ്സ് ആകുമ്പോൾ എന്താണ്? ഈക്വലി മാഗ്നിറ്റ്യൂഡ്, ഒരേ അളവായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സംഭവിക്കുക. രണ്ട് സൈഡിൽ നിന്നും സംഭവിക്കണം.
അത് ആക്ട് ഓൺ സെയിം ബോഡി, ഒരേ വസ്തുവിലാണ് അത് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ബുക്കിന്റെ അവസ്ഥയിലാണെങ്കിൽ രണ്ട് കൈ കൊണ്ട് ഞാൻ ആ ബുക്കിന്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ടഗ് ഓഫ് വാർ, വടംവലി ഗെയിമിലാണെങ്കിൽ എന്താ നടക്കുന്നത്, രണ്ട് ടീമും ഒരേപോലെ ആ കയറിലാണ് എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഈക്വൽ ഫോഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അവർ എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് പോകും. അവിടെ നെറ്റ് ഫോഴ്സ് അവിടെ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ബാലൻസ്ഡ് ഫോഴ്സ് സംഭവിക്കുമ്പോൾ എന്താണ്, അവിടെ ഫോഴ്സ് സീറോ ആയിരിക്കും, നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കും. പിന്നെന്താ, ഡു നോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ ഇപ്പൊ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ, മോഷനിലാണെങ്കിൽ മോഷൻ തന്നെ. അതിനെന്ത് ചെയ്യുന്നില്ല, അതിന്റെ അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. യെസ്, എക്സാമ്പിൾ ആയിട്ട് എന്താണ്, ബുക്ക് ഓൺ ടേബിൾ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ടേബിളിൽ ബുക്ക് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റും പിന്നെ ടഗ് ഓഫ് വാറിൽ നമ്മൾ ആ ഒരു തുടക്കത്തിലെ സ്റ്റേജ് ആണ് കേട്ടോ, റോപ്പിന് എന്ത് ചെയ്യുന്നില്ല, മൂവ്മെന്റ് സംഭവിക്കാത്ത ഒരു ഭാഗം, അതാണ് ബാലൻസ്ഡ് ഫോഴ്സിന് എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഇതന്നെ ഓപ്പോസിറ്റ് ആയിട്ട് അൺബാലൻസ്ഡ് ഫോഴ്സ് വരും. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരേ ബോഡിമേ തന്നെ അൺഈക്വൽ ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരേ എമൗണ്ടിലല്ല, അൺഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. യെസ്, നമ്മൾ വടംവലിയുടെ ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ടീം കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ, യെസ്, അവിടെയാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആവുന്നത്. അവിടെ പക്ഷെ എന്താണ്, അപ്പോ നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കുമോ, ഒരിക്കലല്ല. കാരണം എന്താ, ഒരേ അളവിലുള്ള ഫോഴ്സ് അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോലും ഒരേ അളവിലുള്ള ഫോഴ്സ് അല്ല. സോ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് അവിടെ എന്താവില്ല, ബാലൻസ്ഡ് ഫോഴ്സ് പോലെ സീറോ ആയിരിക്കുമോ, ക്യാൻസൽ ചെയ്ത് പോവോ, ഇല്ല. നെറ്റ് ഫോഴ്സ് ഇവിടെ ഒരിക്കലും സീറോ ആവുന്നില്ല. പിന്നെ എന്താ പറയുന്നത്, ചേഞ്ച് സ്റ്റേറ്റ് ഓർ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി എന്നാണ് പറയുന്നത്. യെസ്, നമ്മുടെ കളിയുടെ അവസാനം കയറ് മൂവ് ചെയ്യുന്നില്ലേ, ആ ജയിക്കുന്ന ടീമിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ഫോഴ്സ് എവിടെയാണോ കൊടുത്തത് ആ സൈഡിലോട്ട് കയറ് മൂവ് ചെയ്യുന്നില്ലേ. യെസ്, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഒബ്ജക്റ്റിന്റെ മേലെ നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരുന്നുണ്ട്. റെസ്റ്റിലാണെങ്കിൽ അതിനെ മൂവ് ചെയ്യിക്കാനും, ഓൾറെഡി മൂവ് ആണെങ്കിൽ ഒന്നെങ്കിൽ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൂടുതൽ മോഷനിലേക്ക് കൊണ്ടുവരാനോ, അങ്ങനെ ഐ മീൻ ആ സ്റ്റേറ്റ് മാറാൻ എന്തിന് പറ്റും, അൺബാലൻസ്ഡ് ഫോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ പറ്റും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, വൺ ടീം പൂൾസ് ഹാർഡർ ഇൻ ടഗ് ഓഫ് വാർ, എന്ന് വെച്ചാൽ വടംവലിയുടെ അവസാന ഭാഗത്ത് കൂടുതൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ സൈഡിലോട്ട് റോപ്പ് പോകുന്നു എന്നുള്ളതാണ് അൺബാലൻസ്ഡ് ഫോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ ബുക്ക് പുഷ്ഡ് ഓഫ് ടേബിൾ, നമ്മൾ ഒരു ടേബിളിനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കൊടുക്കാണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന, അപ്പോൾ അവിടെ എന്തായി, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. വളരെ എളുപ്പമാണ്, കുറച്ചൊരു ലോജിക്കലി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്, അല്ലെ മലയാളത്തിൽ സന്തുലിത ബലങ്ങൾ അല്ലെങ്കിൽ അസന്തുലിത ബലങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താലോചിച്ചാൽ മതി, ടഗ് ഓഫ് വാർ, വടംവലി ഗെയിം ആലോചിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു അൺബാലൻസ്ഡും ബാലൻസ്ഡ് ഫോഴ്സും എന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്തൊരു ടേമാണ് ഇനീഷ്യം, ജഡത്വം എന്ന് മലയാളത്തിൽ. നമ്മൾ അങ്ങനെ ഇത് എന്ത് ചെയ്യില്ല, ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഈ ഒരു വാക്ക് അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യത്തിന്റെയും റീസൺ എന്ന് പറയുന്നത് ഈ ഇനേഷ്യയാണ് അഥവാ ജഡത്വമാണ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, നമുക്ക് എക്സാമ്പിളിലൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു ടോപ്പിക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നിർത്തിയിട്ട ഒരു ബസ്, ആ ബസ്സിൽ നിങ്ങൾ നിൽക്കാന്ന് വിചാരിക്കുക. ഓക്കെ, നിർത്തിയിട്ട ബസ്സിൽ നിങ്ങൾ കയറി നിന്നു. പെട്ടെന്ന് ഡ്രൈവർ വന്നിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക, നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾക്കിത് എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താ സംഭവിക്കുക, പെട്ടെന്ന് ഡ്രൈവർ വന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ബസ്സിൽ ബാക്കോട്ട് അല്ലെ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോവാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നിങ്ങൾക്കിത് ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമാണ്, അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നേരെ തിരിഞ്ഞിട്ട് ഓൾറെഡി നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കുറച്ചൊക്കെ പോയി തുടങ്ങി. പെട്ടെന്ന് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണം? യെസ്, ഇതിന് കാരണം എന്താണ്, ഇനേഷ്യയാണ്, ജഡത്വമാണ്. കാരണം ഏതൊരു വസ്തുവിനും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഇനേഷ്യ എന്ന് പറയുന്നത്. നമ്മളടക്കമുള്ള ഏതൊരു വസ്തുവിനും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇനേഷ്യ എന്ന് പറയുന്നത്? ഒരു ബോഡി ഇപ്പൊ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെയും, അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെയും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു വസ്തുവിന് ആ സ്വയം അതിന്റെ അവസ്ഥയെ മാറ്റാനുള്ള കഴിവില്ല. ഓക്കെ, ഇപ്പോ ഒരു ചെയർ അവിടെ ഉണ്ട്, ചെയർ അവിടെ, ആ ചെയറിന് ഒറ്റയ്ക്ക് നീങ്ങാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ പറ്റുള്ളൂ,
ഒരു ഫോഴ്സ് അവിടെ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പോയിട്ട് അവിടെ ആ ചെയറിനെ പുൾ ചെയ്യുകയോ പുഷ് ചെയ്യുകയോ ചെയ്താലാണ് ആ ചെയർ മൂവ് ചെയ്യാം. അപ്പൊ ഒരു വസ്തുവിനും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വയം അതിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ആണ് ഒരു വസ്തുവിന് ഉണ്ടാവുക. ഒന്നെങ്കിൽ അത് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ അത് മോഷനിലായിരിക്കും. ഒന്നെങ്കിൽ നിശ്ചലാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ ചലനാവസ്ഥയിലായിരിക്കും. അപ്പൊ ആ സ്റ്റേറ്റ്, ആ അവസ്ഥയെ സ്വയം മാറ്റാൻ ആർക്ക് പറ്റില്ല, ഒരു വസ്തുവിനും പറ്റൂല. ആ കഴിവില്ലായ്മയാണ് എന്ത് പറയുന്നത്, ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് മാറാൻ പറ്റുക, യെസ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ഫോഴ്സ് അവിടെ വന്ന് ആ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ ആ ഫോഴ്സ് വന്ന് ആക്ട് ചെയ്യുന്നത് വരെ ഈ ബോഡി എന്ത് ചെയ്യും, ഏതൊരു വസ്തു എന്താ ചെയ്യുക, ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിർത്തിയിട്ട ബസ്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റിലാണല്ലോ, നമ്മളിപ്പോ നിൽക്കുമ്പോൾ നമ്മൾ റെസ്റ്റിലാണ്. പെട്ടെന്ന് ആ ബസ് മോഷനിലേക്ക് മാറണ അവസ്ഥ മാറണ സമയത്ത് നമ്മളുടെ ബോഡി എന്താ ശ്രമിക്കുന്നത്, യെസ്, റെസ്റ്റിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നത്, നമ്മൾ ബാക്കിലോട്ട് പോകുന്നത്. അതേപോലെ ഓൾറെഡി മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ മോഷനിലാണ്, അപ്പൊ നമ്മൾ ബോഡി ഇപ്പൊ എന്താണ്, സെറ്റ് ടു ബി ഇൻ എ മോഷൻ. ഓക്കെ, പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ ബസ് എന്ത് ചെയ്യാണ്, മോഷനിൽ നിന്നും സ്റ്റേറ്റ് മാറിയിട്ട് റെസ്റ്റിലോട്ട് വരികയാണ്. അപ്പൊ നമ്മളെ ബോഡി എന്ത് ചെയ്യാണ്, ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രണ്ടിലോട്ട് ഇതേപോലെ പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇനേഷ്യ അഥവാ ജഡത്വം. ഒരു ബോഡിക്ക് ഇതിന്റെ അവസ്ഥയെ സ്വയം മാറ്റാൻ പറ്റില്ല, കഴിവില്ലായ്മയെ പറയുന്ന പേരാണ് ഇനേഷ്യ അല്ലെങ്കിൽ ജഡത്വം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ആകുന്നത് വരെ ഏതൊരു വസ്തുവും ഏതവസ്ഥയിലാണോ ഉള്ളത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, അതിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നു. അതിനുള്ള എക്സാമ്പിൾ ആണ് എന്ത് ചെയ്ത് ഞാനിവിടെ പറഞ്ഞ ബസ്സിന്റെ എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോ ഒരു ടേബിളിന്റെ മേലെ നമ്മളൊരു പേപ്പർ വെച്ചു, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡോ ഒരു പേപ്പർ വെച്ചു. അതിന്റെ മേലെ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളമാക്കിയിട്ട് അതിന്റെ മേലെ പേപ്പറിന്റെ മേലെ വെച്ചു. അത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരിക്കും. നമ്മളിപ്പം എന്താ പറയുക, ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പേപ്പർ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫോഴ്സ് കൊടുത്ത് നമ്മൾ വലിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്ലാസ് പെട്ടെന്ന് തന്നെ വീഴുന്നുണ്ടോ, ഇല്ല. അത് കുറച്ചേരം അവിടെ നിന്നിട്ടാണ് പിന്നെ വീഴുക. അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ കുറച്ചേരം നിന്നിട്ട് ചിലപ്പോൾ വീഴാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും. എന്തുകൊണ്ടാ, വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്, യെസ്, ഇനീഷ്യം. കാരണം ആ ഗ്ലാസ് എത്ര നേരം റെസ്റ്റിലായിരുന്നു, പെട്ടെന്ന് ഒരു ഫോഴ്സ് അവിടെ വരുമ്പോൾ ആ ഗ്ലാസ് എന്താണ് ചെയ്യുക, ആ റെസ്റ്റിൽ തന്നെ നിൽക്കാനാണ് ആദ്യം ശ്രമിക്കുക. അതുകൊണ്ടാണ് അത് അവിടെ പെട്ടെന്ന് വീഴാണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പം സിമ്പിൾ അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല എക്സാമ്പിൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പല സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഇതുകൊണ്ടായിരിക്കില്ലേ നടക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന പല എക്സാമ്പിൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോ ഇനേഷ്യ എന്ന് പറയുന്നത് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് കേട്ട് ചിലപ്പോ പരിചയമില്ലെങ്കിലും നമ്മുടെ ഡെയിലി നടക്കുന്ന പല കാര്യത്തിന്റെയും റീസൺ നമ്മൾ ഇപ്പൊ നോക്കിയാൽ ബസ്സിൽ നമ്മൾ വീഴാൻ പോണതൊക്കെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ പിന്നിൽ ഈ ഇനേഷ്യ ആണെന്നുള്ളത് ചിലപ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ മിനിറ്റ് മുതൽ നിങ്ങൾക്ക് അതിന്റെ റീസൺ മനസ്സിലാവും. ദാറ്റ്സ് ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇനേഷ്യ അഥവാ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം, ജഡത്വം. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പാസഞ്ചേഴ്സ് ഫോൾ ഫോർവേഡ് വെൻ ബസ് സ്റ്റോപ്പ് സഡൻലി ഡിസ്കസ് തന്നെയാണ്. പിന്നെ കോയിൻ ഫോൾസ് ഇൻ ടു ഗ്ലാസ് വെൻ കാർഡ്ബോർഡ് ഈസ് ഫ്ലിപ്ഡ്. നമ്മൾ ആ കാർഡ്ബോർഡ് വലിക്കുമ്പോൾ നമ്മൾ അതിലൊരു ഇപ്പൊ നേരത്തെ ഞാൻ ഗ്ലാസ്സിൽ വെള്ളമാണ് വെച്ചത്, ഒരു നാണയം വെച്ചാൽ നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഈ കാരണം കൊണ്ടാണ് കേട്ടോ, ഈ ഇനേഷ്യ കാരണമാണ് നടക്കുന്നത്. അപ്പൊ ഇതൊരു ഡെഫിനിഷൻ ആക്കി കഴിഞ്ഞാൽ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ബൈ ഇറ്റ് സെൽഫ്. സ്വയം മാറാനുള്ള കഴിവ് ആർക്കില്ല, സ്വന്തം അവസ്ഥ മാറ്റാനുള്ള കഴിവ് ഒരു വസ്തുവിനും ഇല്ല. ആ ഒരു കഴിവില്ലായ്മയാണ് എന്ത് പറയുന്നത്, ഇനേഷ്യ. സോ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ഈ ഇനേഷ്യയും മാസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓരോ ഒബ്ജക്റ്റിനും എന്തുണ്ട്, മാസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ മാസും ഇനേഷ്യ എങ്ങനെയാണ് കണക്ട് ചെയ്ത് നോക്കാം. ഹെവിയർ ഒബ്ജക്ട്സ് ഹാവ് മോർ ഇനേഷ്യ ദാൻ ലൈറ്റ് ഒബ്ജക്ട്സ്. മാസ് കൂടുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ഭാരമുള്ള ഒബ്ജക്ട്സിന് കൂടുതൽ ഇനേഷ്യ ആയിരിക്കും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ ഒരു കാലി പെട്ടി കൊണ്ട് ഒരു കുറെ ബുക്കൊക്കെ നിറച്ചു വെച്ചിട്ട് ഒരു ബോക്സ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇത് ഏത് പുള്ള് ചെയ്യാനാണ് നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുക, ഏതാണ്, ഈ കാലിപ്പെട്ടിയല്ലേ. അപ്പൊ എന്താണ് കൂടുതൽ മാസം ഏതിനാണ്, ഈ ബുക്ക് നിറച്ച ബുക്കൊക്കെ ഫില്ല് ചെയ്ത് വെച്ചുള്ള പെട്ടിക്കാണ്. അപ്പൊ ആ പെട്ടി ഫുൾ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഹെവിയർ ഒബ്ജക്ട്സ് ഹാവ് മോർ ഇനേഷ്യ. നല്ല ഭാരമുള്ള മാസ് കൂടിയ ഒബ്ജക്ട്സിന് കൂടുതൽ ഇനേഷ്യ ഉണ്ടായിരിക്കും, എന്ന് വെച്ചാൽ കൂടുതൽ ഫോഴ്സ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ. ദാറ്റ് ലൈറ്റർ ഒബ്ജക്ട്സ് ആകുമ്പോൾ അത്ര
ഇനേഷ്യ കുറവായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ഫോഴ്സ് തന്നെ കൊടുത്താൽ അത് മൂവ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് എന്ത് പറയാം? ഈ മാസും ഇനേഷ്യയും കണക്റ്റഡ് ആണ്. ബിക്കോസ് മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി. ഒരു വസ്തുവിന്റെ ഇനേഷ്യയുടെ ഒരു മെഷർ ആണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ആ ഒബ്ജക്റ്റിന്റെ ഇനേഷ്യ കൂടുതലാണോ കുറവാണോ എന്ന് പറയാം. സോ റിലേഷൻ എങ്ങനെയാണ്? മാസ് കൂടുതലാകുമ്പോൾ ഇനേഷ്യയും കൂടും. കൂടുതൽ മാസ് വരുമ്പോൾ കൂടുതൽ ഇനേഷ്യ, കൂടുതൽ ഫോഴ്സ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം അതിന്റെ സ്റ്റേറ്റ് മാറണമെങ്കിൽ. ഈ മാസ് നമ്മൾക്ക് അറിയണ വാക്കാണല്ലോ. മാസിന്റെ SI യൂണിറ്റ് വരുന്നത് കിലോഗ്രാം ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് kg വെച്ചിട്ടാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ കണക്ഷൻ എന്താന്ന് വെച്ചാൽ കൂടുതൽ മാസ് വരുമ്പോൾ കൂടുതൽ ഇനേഷ്യ വരും. അപ്പൊ നമുക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. എന്തിന്? ഓബ്ജക്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മളിപ്പം ഫോഴ്സ് എന്താന്ന് പറഞ്ഞു, മോഷൻ എന്താന്ന് പറഞ്ഞു, പിന്നെ ഒരു ടേം പറഞ്ഞു ഇനേഷ്യ പറഞ്ഞു, അതേപോലെ നമ്മൾ എന്താ പറഞ്ഞ ഇനേഷ്യ മാസും നമ്മൾ റിലേഷൻ പറഞ്ഞു. അപ്പോ ഇതൊക്കെ വെച്ചിട്ട് ഈ ഫോഴ്സും അല്ലെങ്കിൽ മോഷനും ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് കൊണ്ടുവല്ലെങ്കിൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. അപ്പൊ ഫോഴ്സും മോഷനും കണക്റ്റഡ് ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഫോഴ്സും മോഷനും എന്താണ്? കണക്റ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അവർ തമ്മിലുള്ള കണക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഫണ്ടമെന്റൽ ലോസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് 1687 അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ലോസ്. അപ്പൊ ആ 3 ലോസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇതിന് ബേസ് ചെയ്തുകൊണ്ടാണ്. ലോ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓ, ഇതൊക്കെ ഇതുകൊണ്ടാണല്ലേ എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ 3 ലോ ആണ് വരുന്നത്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഓക്കെ, ഫസ്റ്റ് ലോ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലോ ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കാം. എന്തുകൊണ്ടായിരിക്കും? ഓക്കെ, ഇനേഷ്യ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഈ ഇനേഷ്യ എന്നുള്ള വേർഡ് ഫസ്റ്റ് ലോ ആയിട്ട് എന്തോ കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അത് ഡീറ്റെയിലേക്ക് പോവാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദർ ആർ 3 ലോസ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് തേർഡ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ ഈസ് ഓൾസോ നോൺ എസ് ലോ ഓഫ് ഇനേഷ്യ. പിന്നെ സെക്കൻഡ് ലോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ഓക്കെ, F=m എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ? F എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആണ്. അപ്പൊ സെക്കൻഡ് ലോയിൽ നിന്ന് ന്യൂട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോഴ്സിന് ഒരു ഇക്വേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ തേർഡ് ലോയിൽ എന്താ? ആക്ഷനും റിയാക്ഷനും. എന്തോ ഒരു ആക്ഷനും ഉണ്ട്, ഒരു റിയാക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഓക്കെ, മൂവിങ് ഓൺ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ആദ്യം ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ വായിക്കാം. എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഇതിപ്പോ വായിക്കുമ്പോൾ ഒന്നുകൂടി മലയാളത്തിൽ വായിക്കാം. ഒരു വസ്തു ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരുന്നു. മറ്റൊരു പേര് ലോ ഓഫ് ഇനേഷ്യ. അപ്പൊ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇനേഷ്യ എന്നുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ജഡത്വം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ. കാരണം എന്താ? യെസ്, എന്താണ് പറയുന്നത്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ എന്താ പറയുന്നത്? ഒരു ബോഡി, നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഇനേഷ്യ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ. അതും യൂണിഫോം മോഷൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രേറ്റ് ലൈൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആ ഒബ്ജക്റ്റിൽ വന്ന് അപ്ലൈ ആകുന്നത് വരെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ആ ഫോഴ്സ് വരുന്നത് വരെ ഫോഴ്സ് വരുന്നത് വരെ എന്ന് പറയാൻ കാരണം എന്താ? അല്ലാണ്ട് ഫോഴ്സ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു വസ്തുവിനും സ്വയം അതിന്റെ അവസ്ഥ മാറ്റാൻ കഴിയില്ല. ആ കഴിവില്ലായ്മയാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ടാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പിന്നെ നമുക്ക് എന്തെന്നും പറയാന്ന് പറയുന്നത് ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതേപോലെ ബോഡിയുടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. വെലോസിറ്റി ഓഫ് ബോഡി ഡസ് നോട്ട് ചേഞ്ച്. ഒരു ബോഡിയുടെ പ്രവേഗം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഇവിടെ ആകെയുള്ള ബലം എന്ന് പറയുന്നത് 0 ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. യെസ്, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ കൂടുതൽ പറയണോ? നമ്മൾ ഓൾറെഡി ഇനീഷ്യലി പറഞ്ഞ അതേ സാധനം തന്നെയാണ് വരുന്നത്. ഒരു വസ്തുവിന് ഒറ്റയ്ക്ക് അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ ആണ്. അത് മാറ്റുള്ള കഴിവില്ല. അത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ വന്ന് പ്ലേ ആകുന്നത് വരെ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനേഷ്യ എന്നുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അതിനു മുന്നേ നമുക്കൊരു വേർഡ് നമ്മൾ ഇതേപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് മൊമെന്റം. മലയാളത്തിൽ സംവേഗം എന്ന് പറയുന്നു. ഈ മൊമെന്റം എന്ന് പറയുന്നത്
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറയുന്നത് മൊമെന്റ്സ് എന്ന് പറയുന്നത്. മൊമെന്റം എന്ന് അഥവാ സംവേഗം നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ പി ആണ്. ശ്രദ്ധിക്കണം, സ്മോൾ ലെറ്റർ പി ആണ്, ക്യാപിറ്റൽ ലെറ്റർ ഇടരുത്, സ്മോൾ ലെറ്റർ പി ആണ് ഇടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ബോഡി. പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ബോഡി എന്ന് വെച്ചാല് ഒരു ബോഡിക്ക് എന്തുണ്ട്, മാസ് ഉണ്ട്. ഇപ്പൊ മോഷനുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് എന്തൊരു വെലോസിറ്റി ഉണ്ട്. അപ്പൊ അത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്ത് കിട്ടും, ആ ബോഡിയുടെ എന്ത് കിട്ടും എന്നാ പറയുന്നത്, മൊമെന്റം കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എങ്ങനെ, പി ഈക്വൽ ടു എം വി എന്ന് പറയാം. പി ഈക്വൽ ടു എം വി, വേറെ എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് ദ ബോഡി, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അഥവാ പ്രവേഗം ഓഫ് ദ ബോഡി. ഓക്കെ, ഈ മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതിന് ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ഈ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ വെലോസിറ്റിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഈ ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിന്റെ ഡയറക്ഷനും ഉണ്ടാവുന്നത്. ഓക്കെ, സോറി. അതേപോലെ മൊമെന്റത്തിന്റെ യൂണിറ്റ്, നമ്മളൊരു ഫിസിക്സിൽ നമ്മളൊരു ക്വാണ്ടിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പഠിക്കണം, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിക്കണം, പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് അതിന്റെ യൂണിറ്റ്. നമ്മളൊരു പ്രോബ്ലം ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഒക്കെ വരും. അപ്പൊ നമ്മൾ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തിട്ട് നമ്മൾ യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ബിക്കോസ് യൂണിറ്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് ആണ് അതിന്റെ ഒരു എന്താ പറയാ, അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ നമുക്ക് അതിനെ കാണിക്കുന്ന ഒരു സാധനം. അപ്പൊ യൂണിറ്റ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ വരുന്നത്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെങ്ങനെയാ വന്നിട്ടുള്ളത്, നമുക്കറിയാം പി ഈക്വൽ ടു എം വി. പി എന്ന് പറഞ്ഞ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്, എം ഇൻറ്റു വി ആണ് അല്ലെ. മാസിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം. വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ വരിക, യെസ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഇനി മോർ മാസ് ഓർ മോർ വെലോസിറ്റി ഗീവ്സ് മോർ മൊമെന്റ്. യെസ്, മൊമെന്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, അതിന്റെ മാസിനെയും അതിന്റെ വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. കാരണം മാസിന്റെ വെലോസിറ്റി ആണല്ലോ അതിന്റെ മൊമെന്റം. അപ്പൊ മാസ് കൂടുകയോ അല്ലെങ്കിൽ വെലോസിറ്റി കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും എന്ത് കൂടും, ഐ മീൻ മാസ് കൂടാണെങ്കിലും വെലോസിറ്റി കൂടാണെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്, മൊമെന്റം കൂടും. ഈ മാസ് കുറയുകയോ വെലോസിറ്റി കുറയുകയോ ചെയ്താൽ മൊമെന്റം കുറയും. ബിക്കോസ് ഇറ്റ്സ് ഡിപെൻഡഡ് ഓൺ മൊമെന്റം ഡിപെൻഡഡ് ഓൺ ദ മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ബോഡി, റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പഠിക്കാം. എ ട്രക്ക് ഹാസ് മോർ മൊമെന്റം ദാൻ എ കാർ അറ്റ് സെയിം സ്പീഡ് ബിക്കോസ് മാസ് ഇസ് മോർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരേ സ്പീഡിൽ പോകുന്ന കാറും ഒരു ട്രക്കും ഏതിനായിരിക്കും കൂടുതൽ മൊമെന്റം ഉണ്ടായിരിക്കുക, കോസ് ട്രക്ക്. എന്താ കാരണം, മാസ് കൂടുതൽ അതിനാണ്. ഒരേ സ്പീഡ് ആയിക്കോട്ടെ, രണ്ടാളും ഒരേ സ്പീഡിലാണ് പോണത്, കുഴപ്പമില്ല. പക്ഷെ മാസ് ആർക്ക് കൂടുതലായി, ട്രക്കിന്. അപ്പൊ മൊമെന്റ് ആർക്ക് കൂടും, ട്രക്കിന്. എളുപ്പല്ലേ, യെസ്. അടുത്ത എക്സാമ്പിൾ എന്താ, എ ബുള്ളറ്റ് ഹാസ് ഹൈ മൊമെന്റം ഡെസ്പൈറ്റ് സ്മോൾ മാസ് ബിക്കോസ് വെലോസിറ്റി ഈസ് വെരി ഹൈ. എന്താ പറയുന്നത്, ഒരു ബുള്ളറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ഗണ്ണ് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഭയങ്കര മൈന്യൂട്ട് സൈസ് ആണ്, അതിന് മാസ് വളരെ കുറവാണ്. പക്ഷെ എന്നാൽ പോലും അതിന്റെ മൊമെന്റം ഭയങ്കര ഹൈ ആണ്. എന്താ കാരണം, അത് അത്രയും ഹൈ വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി കൂടുതലാണ് അവിടെ. അപ്പോ അതിനെന്ത് വരും, വെലോസിറ്റി കൂടുമ്പോൾ എന്ത് കൂടും, യെസ്, മൊമെന്റം കൂടും. അപ്പോൾ മാസ് കുറഞ്ഞാലും ഇവിടെ എന്ത് കൂടുതലാണ്, വെലോസിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ മൊമെന്റം കൂടുതലാണ്. അടുത്തത്, എ റണ്ണിങ് അത്ലറ്റ് ഈസ് ഹാർഡർ ടു സ്റ്റോപ്പ് ദാൻ എ വാക്കിംഗ് പേഴ്സൺ. രണ്ട് മനുഷ്യന്മാർ ഒരാൾ നടക്കുന്നു, ഒരാൾ അത്ലറ്റ് ആണ്, ഞങ്ങൾ നന്നായിട്ട് ഓടാണ്. രണ്ടാൾ ഏകദേശം ഇപ്പൊ മാസമൊക്കെ ഏകദേശം രണ്ടാൾ ഒരേപോലത്തെ ആണല്ലോ. പക്ഷെ രണ്ടാണേലും ആരെയായിരിക്കും സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണ്, അത്ലറ്റ്. ബിക്കോസ് അത്ലറ്റ് ഈസ് റണ്ണിങ് വിത്ത് ഹൈ വെലോസിറ്റി, അത്ര സ്പീഡിലാണ് ഓടിക്കൊടുക്കുക. വെലോസിറ്റി കൂടുമ്പോൾ ആളുടെ മൊമെന്റും കൂടുതലാണ്. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാണ്, ബുദ്ധിമുട്ടാണ്. സോ that's all about momentum. Momentum എന്ന് പറഞ്ഞാൽ എന്താണ്, denoted by P, it's a product of mass and velocity. അപ്പൊ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസിനെയും വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിന്റെ മാസോ വെലോസിറ്റിയോ കൂടുന്നതിനനുസരിച്ചിട്ട് എന്തും കൂടും, മൊമെന്റത്തിനും മാറ്റം വരും, മൊമെന്റവും മാറ്റം വരും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കി, 3 എക്സാമ്പിൾ നോക്കി. ഇതേപോലെ ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ പല എക്സാമ്പിളും മൈൻഡിൽ വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും ഏതിനായിരിക്കും. ഇതേപോലെ സിമിലർ ആയിട്ടുള്ള പല എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഏതിനാണ് മൊമെന്റം കൂടുതൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അത് പറ്റും, അത്രയും സിമ്പിൾ ആണ് അതൊക്കെ. ഓക്കെ, മൂവിങ് ഓൺ. അപ്പൊ നമുക്ക് ഇനി മൊമെന്റം എന്നുള്ള ടേം പഠിച്ചു. അപ്പൊ ഇത് വെച്ചിട്ടാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പോസ് ചെയ്തിട്ടത്. അപ്പൊ നമുക്ക് വി ക്യാൻ മൂവ് ടു ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ. യെസ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മാസിലോ വെലോസിറ്റിയോ ഒക്കെ മാറ്റം വരുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്, മൊമെന്റത്തിൽ മാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. മൊമെന്റം എന്ന് പറയുന്നത് ഒരു മാറ്റം വരുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ മാറും. ഓക്കെ, അപ്പൊ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ
അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. നമ്മള് ഒരു ഒബ്ജക്റ്റിന്റെ മേലെ, ഒരു ഒബ്ജക്റ്റിന് എന്തുണ്ട്, ഒരു മൊമെന്റ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോ ആ മൊമെന്റം ചിലപ്പോൾ മാറാം, പറഞ്ഞല്ലോ മൊമെന്റത്തിന് മാറ്റം വരാന്ന് പറഞ്ഞു. ഇപ്പൊ വെലോസിറ്റിയോ മാസോ എന്തെങ്കിലുമൊക്കെ മാറുന്ന സമയത്ത് എന്ത് വരാം, മൊമെന്റം മാറാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തും മാറും, സോറി, അപ്പൊ അതെന്റെ ആ മാറ്റം ഉണ്ടല്ലോ, ആ ഒരു മാറ്റത്തിന്റെ നിരക്ക്, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റത്തിന്റെ നിരക്കിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത്. അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ മേലെ കൊടുക്കുന്ന ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് പറയുന്നത്. ഫോഴ്സ് കൂടുമ്പോൾ ചേഞ്ച് ഓഫ് മൊമെന്റം കൂടും, ഫോഴ്സ് കുറയുമ്പോൾ ചേഞ്ച് ഓഫ് മൊമെന്റം കുറയും. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് മൊമെന്റ് നടക്കുന്നത് ഏത് ഡയറക്ഷനിലാണെന്ന് പറയുന്നത്, നമ്മൾ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അതേ ഡയറക്ഷനിലാണ് അതിന്റെ മൊമെന്റവും മാറുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ യെസ്, അപ്പൊ എന്താണ്, ഫാസ്റ്റർ ചേഞ്ച് ഇൻ മൊമെന്റം, മൊമെന്റത്തിലെ ചേഞ്ച് അത്രയും ഫാസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. ഫോഴ്സ് കുറയുമ്പോൾ ചേഞ്ചിന് മൊമെന്റത്തിലെ ചേഞ്ച് അത്ര ഫാസ്റ്റ് ആവില്ല എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മോഷൻ, നമ്മൾ ഈ സെക്കൻഡ് ലോ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സിന് ഒരു ഇക്വേഷൻ നമ്മൾ ഇതിന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് ഇനി അതിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, എങ്ങനെയാണ് ഫോഴ്സ് ഈക്വൽ ടു എം എ എന്നായിരുന്നു ഇക്വേഷൻ. നമ്മൾ തുടക്കത്തിൽ അവിടെ കാണിച്ചത് തുറക്ക്, നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അതിലേക്ക് എത്തി നോക്കാം. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം അഥവാ ആദ്യ സംവേഗം എന്ന് പറയുന്നത് P1 എന്ന് കൊടുക്കാം. അത് mu ആണെന്ന് വിചാരിക്കാം. വിനോ P ഈക്വൽ ടു എം ബി എന്ന് അറിയാലോ. മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ വെലോസിറ്റിക്കാണ് ഒരു ഒബ്ജക്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരിക്കും, ഫൈനൽ വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ലെറ്റർ യു ആയിട്ട് കണക്കാക്കുന്നു, ആൻഡ് ഫൈനൽ വെലോസിറ്റി നമ്മൾ എന്താക്കുന്നു, സ്മോൾ ലെറ്റർ വി ആയിട്ട് എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ മൊമെന്റം എന്ത് വരും, P1 ഈക്വൽ എന്ത് വരും, എം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ, അപ്പൊ എം യു കിട്ടും. ഇതേപോലെ ഫൈനൽ മൊമെന്റ് എന്താ വരിക, അഥവാ അന്തിമ സംവേഗം എന്താ വരിക, P2 എന്ന് കൊടുക്കാം. P2 എന്ത് വരും, യെസ്, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി പറഞ്ഞ എന്താ, വി ആണ്, അപ്പൊ എം വി എന്ന് വരും. അപ്പൊ P1 ഈക്വൽ ടു എം യു എന്ന് കിട്ടി, P2 ഈക്വൽ ടു എം വി എന്ന് കിട്ടി. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഇനീഷ്യൽ മൊമെന്റ് ഉണ്ട്, ഫൈനൽ മൊമെന്റ് ഉണ്ടല്ലോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ ഈ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എം വി മൈനസ് എം യു എന്നാണ്. അതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഒരു നിരക്ക് അല്ലെ, മാറ്റത്തിന്റെ നിരക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ എന്ത് വരും, എം വി മൈനസ് എം യു ബൈ ടി എന്ന് വരും. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എം രണ്ടിലും കോമൺ ആണ്, എമ്മിനെ നമ്മൾ പുറത്തെടുത്തു. അപ്പൊ എം ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും, വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്. വി എന്താ, ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്തിമ പ്രവേഗം. യു എന്ന് പറഞ്ഞാൽ എന്താ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ആദ്യ പ്രവേഗം അല്ലെ. അപ്പൊ എന്താ, വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇപ്പൊ വി മൈനസ് യു ബൈ ടി എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താ, യെസ്, ആക്സിലറേഷൻ അഥവാ മലയാളത്തിൽ എന്ത് പറയും, ത്വരണം എന്ന് പറയും. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി കൂടെ, എന്ത് വരും, എഫ് ഈക്വൽ ടു, നമുക്കറിയാം സെക്കൻഡ് ലോ പ്രകാരം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടി, എം എ കിട്ടി അല്ലെ. ഈ വി മൈനസ് യു ബൈ ടി ഉള്ളത് എ ആയി, അപ്പൊ എം ഇൻറ്റു എ എന്ന് വന്നു. ഓക്കെ, അപ്പൊ എഫ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് വരും. എഫ് പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് വരും. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം, അപ്പൊ നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ കൊടുന്നു. അപ്പൊ എഫ് ഈക്വൽ ടു കെ എം എ വരും. നമ്മൾ യൂണിറ്റ് വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പൊ കെ ഈക്വൽ ടു 1 വരും, കാരണം എഫ് 1 ആണെങ്കിൽ അല്ലെങ്കിൽ എം 1 ആണെങ്കിൽ എ 1 ആണെങ്കിൽ കെയുടെ വാല്യൂ 1 വരും. സോ ഫൈനൽ ഫോർമുല എന്ത് കിട്ടും, എഫ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. ഫോഴ്സിന് ഒരു ഇക്വേഷൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനോട് റെഡ്യൂസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ എഫ് ഈക്വൽ ടു എം എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ഫോഴ്സിന് ഒരു ഇക്വേഷൻ കൊടുത്തു. അപ്പൊ ഓഫ്കോഴ്സ് നമുക്ക് എന്ത് വേണം, യെസ്, യൂണിറ്റ് വേണം. അപ്പൊ എന്തായിരിക്കും യൂണിറ്റ്, മാസിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയാം. ബട്ട് നമുക്ക് അതിനെ വേറൊരു യൂണിറ്റും കൂടി പറയാൻ പറ്റും. അത് ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ലോ കൊണ്ടുവന്നതും ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നതും ഒക്കെ ആരാണ്, യെസ്, ന്യൂട്ടൺ ആണ്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്ക് ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 1 ന്യൂട്ടൺ എന്നതിന് ഈക്വൽ ആണ്.
ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ വെച്ചിട്ടാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അത് ക്യാപിറ്റൽ ലെറ്റർ എൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ, യെസ്, F ഈക്വൽ ടു എം എ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്തു, സെക്കൻഡ് ലോയും ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ലോ എന്ത് വേർഡുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? ഇനേഷ്യ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലോ എന്തുമായിട്ടാണ് വരുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റവും. മൊമെന്റം എന്നുള്ള വാക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ദ എക്സ്റ്റേണൽ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ നമ്മൾ ആ റിലേഷൻ വെച്ചിട്ട് നമ്മൾ ഫോഴ്സിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. F equal to ma, യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഈ അപ്ലിക്കേഷൻസ് ഓഫ് സെക്കൻഡ് ലോ. ഈ സെക്കൻഡ് ലോ ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂട്ടന്റെ ലോ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ലോ ആണ്. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യത്തിനും ആയിട്ടുള്ള ബേസിക് റീസൺസ് ഈ ഒരു ലോ പറയുന്നുണ്ട്. ഈ സെക്കൻഡ് ലോ മാത്രമല്ല, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ. അപ്പോൾ സെക്കൻഡ് ലോന്റെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത്, വൈ ഡസ് എ ഫീൽഡർ പുൾ ഹാൻഡ്സ് ബാക്ക് വൈൽ ക്യാച്ചിങ്? എന്തുകൊണ്ടാണ് ഒരു ഫീൽഡർ പന്ത് പിടിക്കുമ്പോൾ കൈ പിന്നോട്ട് വലിക്കുന്നത്? നിങ്ങൾ പലരും ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബോൾ ക്യാച്ച് ചെയ്യുന്ന ടൈം എന്താ ചെയ്യുന്നത്? ആ ക്യാച്ച് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ബാക്കിലോട്ട് കൈ വലിച്ചിട്ടാണ് അത് ക്യാച്ച് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? അത് ചെയ്യുന്നവർക്ക് അതിന്റെ കാരണം അറിയാം എന്തിനാണ് അത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, അപ്പൊ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്തിനായിരിക്കും അങ്ങനെ അവര് ബാക്കിലോട്ട് വലിക്കുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ് റീസൺ എന്ത് പെയിൻ കുറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വേദന കുറയാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്യാച്ച് ചെയ്യാൻ പോവാണേ. അപ്പൊ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് വലിക്കുന്ന സമയത്ത് ഈ ബോൾ വന്നിട്ട് നമ്മളെ കയ്യിലേക്ക് വരാനുള്ള ദൂരം അല്ലെങ്കിൽ ആ ഒരു ടൈം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഓക്കെ, ടൈം കൂടുന്നുണ്ട്, കൂടുതൽ സമയം എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ. അപ്പൊ ടൈം കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. ടൈം കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയുന്നു. അങ്ങനെ വരുമ്പോൾ ഫോഴ്സും കുറയുന്നു. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് എന്നാണല്ലോ. അങ്ങനെ വരുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയുമ്പോൾ എന്തും കുറയും? ഫോഴ്സും കുറയും. നമ്മുടെ കയ്യിൽ വന്ന് ആ ബോൾ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് കുറയും. അങ്ങനെയാണ് നമ്മുടെ കൈ വേദന കുറയുന്നത്. നമ്മുടെ കൈക്ക് വേദന കുറയുന്നത് അങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ബോൾ വരാനുള്ള ആ ഒരു ടൈം നമ്മൾ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ചും കൂടി ബാക്കിലോട്ടായിട്ട് ആ ഒരു ബോൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ദൂരം കൂടുമ്പോൾ അല്ലെങ്കിൽ ടൈം കൂടുമ്പോൾ ആ ബോൾ അവിടെ കയ്യിലേക്ക് എത്താനുള്ള ടൈം കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയും. ടൈം കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയുമ്പോൾ ഫോഴ്സും കുറയും. ഫോഴ്സ് കുറയുമ്പോൾ യെസ്, വേദനയും. അങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. എളുപ്പല്ലേ? ഓക്കെ, അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. സോറി. ഓക്കെ, ഹൗ ഡസ് falling on cement hurt more than mud? നിങ്ങളുടെ കയ്യിലേക്ക് സിമന്റ് പെട്ടെന്ന് ഒഴിക്കുമ്പോഴാണോ അതോ മഡ് എന്ന് പറഞ്ഞാൽ ചെളി അല്ലെങ്കിൽ കളിമണ്ണോ വാട്ടർ അത് വന്ന് കയ്യിൽ വീഴുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതലും വേദനിക്കുന്നത്? സിമന്റ് വരുമ്പോൾ അല്ലെ? എന്തുകൊണ്ടാണ്? നിങ്ങളിപ്പോ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ അതൊന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ സിമന്റ് കയ്യിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഒന്ന് വീഴുന്നുണ്ട് അല്ലെ? സിമന്റ് ഇടുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് വീഴുന്നു, ഭയങ്കര ഇതിൽ വന്ന് വീഴാണ്. അപ്പൊ എന്താ? സമയം കുറവാണ്, ഷോർട്ട് ടൈമിൽ വന്ന് വീഴുന്നു. സമയം കുറയുമ്പോൾ നമ്മൾ നേരത്തെ ബോളിന്റെ കാര്യം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കാം. സമയം കുറയുമ്പോൾ എന്ത് കുറയുന്നുണ്ട്? യെസ്, മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സമയം കുറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സമയം കുറവാണ്, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടാന്ന് പറയുമ്പോൾ എന്ത് കൂടുകയാണ് അവിടെ? യെസ്, ഫോഴ്സും കൂടുന്നു. ഫോഴ്സ് കൂടുവാൻ അത്രയും ഫോഴ്സിൽ വന്ന് വീഴാണ്. നമ്മുടെ കൈ വേദനിക്കുന്നു. അങ്ങനെ കൈന് ഇഞ്ചുറി പറ്റുന്നുണ്ടെങ്കിൽ കൈ, നമ്മുടെ ഹാൻഡ്സ് എന്താവുന്നുണ്ട്? ഹേർട്ട് ആവുന്നുണ്ട്. നേരെ നമ്മുടെ മഡിലേക്ക് ചിന്തിക്കുമ്പോൾ എന്താ വരുന്നത്? നമ്മുടെ മഡ് നമ്മളെ കയ്യിലേക്ക് വീഴുമ്പോൾ പതുക്കെയാണ് വന്ന് വീഴുന്നത്. സിമെന്റ് പോലെ പെട്ടെന്ന് വന്ന് വീഴുന്നുണ്ടോ? നോ, പതുക്കെയാണ് വന്ന് വീഴുന്നത്. അപ്പൊ സമയം കൂടുതൽ എടുത്തിട്ടാണ് അത് വന്ന് വീഴുന്നത്. സമയം കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയുമ്പോൾ ഫോഴ്സും കുറയുന്നു. യെസ്, അപ്പൊ വേദനയും കുറയുന്നു. സിമ്പിളല്ലേ? യെസ്. അപ്പൊ എവിടെയാണ് ഇപ്പോ അതിന്റെ ഒരു കടപ്പുവശം വരുന്നത്? യെസ്, സമയത്തിലാണ്. എത്രത്തോളം
വേഗത്തിലാണോ അത് വന്ന് വീഴുന്നത് അത്രത്തോളം ഫോഴ്സ് കൂടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ കരാട്ടെ പ്ലെയർ ബ്രേക്ക് ടൈം? നിങ്ങൾ പലരും ചിലപ്പോൾ കരാട്ടെ ഒക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും. ഇതേപോലെ ടൈൽസ് ഇപ്പൊ കുറെ ടൈലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ ഇതിൽ പൊട്ടിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വാവ് അടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എങ്ങനെയാണ് അവരതങ്ങനെ പൊട്ടിക്കണമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ അതിശയിച്ച് നിന്നിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ ടൈൽസ് ഇങ്ങനെ വെച്ചു. ഓക്കെ, അവരിങ്ങനെ സ്ലോ മോഷനിലാണോ അടിക്കുന്നത്? അല്ല, ഒറ്റ അടിയാണ് അടിക്കുന്നത് അല്ലെ. അത്രയും അത്രയും ടൈം കുറച്ചിട്ട് അത്രയും ഷോർട്ട് ടൈമിലാണ് അവർ ആ ടൈൽസിലേക്ക് എന്ത് ചെയ്യുന്നത്, അടിക്കുന്നത്. സമയം കുറവാണ്. സമയം കുറയുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ആണ് വരുന്നത്. സമയം കുറയുമ്പോൾ എന്ത് വരുന്നുണ്ട്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടുന്നു, ഫോഴ്സ് കൂടുന്നു, ടൈല് ബ്രേക്ക് ആവും. ഓക്കെ, ഇവിടെ പെയിന്റെ കാര്യമല്ല കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. പെയിൻ അല്ല, ടൈലിന് വേദനിക്കോ അല്ലെങ്കിൽ നമ്മുടെ കൈ വേദനിക്കോ എന്നല്ല ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ അടിക്കുന്ന സമയത്ത് ഇത്രയും ടൈൽ വെക്കുമ്പോൾ ടൈൽ ബ്രേക്ക് ആവണമെന്നാണ് ചോദ്യം. അത് അത്രയും കുറഞ്ഞ ടൈമിൽ അത്രയും ഫോഴ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. ടൈം കുറയുമ്പോൾ ഫോഴ്സ് കൂടുകയാണ്, ലൈക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടുമ്പോൾ ഫോഴ്സ് കൂടുന്നു, ഫോഴ്സ് കൂടുമ്പോൾ അത് ബ്രേക്ക് ആവും. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോ സെക്കൻഡ് ലോന്റെ ഡിസ്കസ് നമ്മൾ ചെയ്തു. വളരെ സിമ്പിൾ ആണ്. അത് വെച്ച് കുറേ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓക്കെ ഇതൊക്കെ കൊണ്ടായിരുന്നല്ലേ എങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചലന നിയമം നോക്കാം, ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ. ഈ ഒരു ലോ എന്ന് പറയുന്നത് ബാക്കി രണ്ട് ലോ പോലെയല്ല, ഭയങ്കര സിമ്പിൾ ആണ് പറയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ ഉണ്ടല്ലോ, ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും പലരോടും നിങ്ങൾ റിയൽ ലൈഫിൽ തന്നെ ഈ ഡയലോഗ് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അല്ലെ അല്ലെ ഈ ഒരു ഡയലോഗ് നിങ്ങൾ പലപ്പോഴും പലരോടായിട്ട് നമ്മളൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരിക്കും. ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ന്യൂട്ടൺ ആണ് പറഞ്ഞത്. എന്താന്ന് വെച്ചാല് ഈ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഇപ്പോ ഞാൻ ഒരു ടേബിളിന്റെ മേലെ ഒരു ബുക്ക് കൊണ്ടു വെച്ചു. അപ്പൊ ആ ബുക്ക് അതിന് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ബുക്കും ഈ ടേബിളിന്റെ സർഫസും രണ്ട് ബോഡി ആണല്ലോ, രണ്ട് ഒബ്ജക്റ്റ് ആണല്ലോ, അത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാണല്ലോ അവിടെ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മ്യൂച്വലി അവരെന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാല് ഇപ്പം ആ ബുക്ക് ഈ ടേബിളിന്റെ മേലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിനെ F1 എന്ന് വിളിക്കാം. ഓക്കെ, F1 എന്ന് വിളിക്കാം. അത് ഏത് ഡയറക്ഷനിലേക്കാണ് വരിക? ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു ടേബിള്, അതിന്റെ മേലെ ഒരു ബുക്ക്. അപ്പൊ ബുക്ക് അതിന്റെ മേലെ ഇരിക്കുമ്പോൾ ബുക്ക് ഈ ടേബിളിന്റെ മേലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ നമ്മൾ F1 ആയിട്ട് എടുത്തു. അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? ഡൗൺവേർഡ്, താഴോട്ടുള്ള ഡയറക്ഷനിലേക്കാണ് ആ ഫോഴ്സ് അപ്ലൈ ആവുന്നത്. നേരെ തിരിച്ചുണ്ട്, ഒരു പാലം ഇങ്ങോട്ട് വിട്ടാൽ മറ്റൊരു പാലം അങ്ങോട്ടും വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് തിരിച്ച് ബുക്കിന്റെ മേലേക്കും എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ F2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? താഴോട്ടാണോ? നോ, ടേബിള് ബുക്കിന്റെ മേലേക്കാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് അപ്വേർഡ് ഡയറക്ഷൻ, മേലോട്ടാണ് അത് വരുന്നത്. ഇത് നിന്ന് മനസ്സിലായി? രണ്ട് ഒബ്ജക്ട് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ടൈമിൽ രണ്ടുപേരും മ്യൂച്വലി എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സസ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് അവർ എക്സെർട്ട് ചെയ്യുന്നത്. ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ്. ടേബിളിലേക്ക് ബുക്ക് എത്ര എമൗണ്ട് ഫോഴ്സ് കൊടുത്തോ അതേ അളവിൽ തന്നെയാണ് ടേബിൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് ബുക്കിന്റെ മേലേക്കും എക്സെർട്ട് ചെയ്യുന്നത്. പക്ഷെ ഡിഫറൻസ് എവിടെയാണ് വന്നത്? ഡിഫറൻസ് എവിടെ വന്നത്? ഡയറക്ഷനിൽ. ആ എക്സെർട്ട് ചെയ്യുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഫോഴ്സസ് ഓൾവേസ് ഒക്കർ ഇൻ പെയേഴ്സ്. രണ്ട് ഫോഴ്സസ് നടക്കുന്നത് എപ്പോഴും പെയേഴ്സ് ആയിട്ടാണ്. എന്ന് വെച്ചാല് F1 ഉം F2 നമ്മൾ പറഞ്ഞില്ലേ, അതിന് നമുക്ക് പേര് കൊടുക്കാം ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ടു എവറി ആക്ഷൻ, ഇപ്പോ ആ ടേബിളിന്റെ മേലെ നമ്മൾ ബുക്ക് കൊടുന്ന് വെക്കുമ്പോൾ അവിടെ ഒരു ആക്ഷൻ നടന്നു, ഒരു ഫോഴ്സ് അവിടെ കൊടുത്തപ്പോൾ ആക്ഷൻ, അതിന് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? വേറൊരു റിയാക്റ്റീവ് ഫോഴ്സ് അവിടെ അക്സെപ്റ്റ് ചെയ്യാണ് ടേബിൾ. സോ ദർ ഇസ് എൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. അതുകൊണ്ടാണ് ന്യൂട്ടൺ പറഞ്ഞത് ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പറയാം, ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് വേറൊരു സിമ്പിൾ എക്സാമ്പിൾ ആലോചിക്കാം. നമ്മൾ നീന്തുന്നത്, നമുക്ക് നീന്താൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഓട്ടെ, എന്തെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ, അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. അതിലെങ്ങനെ നമ്മള് പുഴയിലൊക്കെ നീന്തുമ്പോൾ എങ്ങനെയാണ് നീന്തുന്ന ആള് ഈ നീന്തിക്കൊണ്ടിരിക്കുമ്പോ ഈ വാട്ടറിനെ എങ്ങോട്ടാണ് പുഷ് ചെയ്യുന്നത്? ബാക്ക്വേർഡ് അല്ലെ, ഓപ്പോസിറ്റ് ഐ മീൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് പുൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നീന്തുന്ന ആൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും അല്ലെ, മുന്നോട്ടും. വെള്ളത്തിനെ പുഷ് ചെയ്യുന്നത് ബാക്കോട്ടും, ഈ നീന്തുന്ന ആള് പോകുന്നത് എങ്ങോട്ടാണ്?
മുമ്പോട്ടും. സോ നമ്മള് ഒരു ആക്ഷൻ കൊടുത്തപ്പോൾ അതിന് റിയാക്ഷൻ ആയിട്ട് എന്ത് സംഭവിക്കുകയാണ്, ഈ ഒബ്ജക്റ്റിൽ ഈ നീന്തുന്ന ആൾ എന്ത് ചെയ്യാണ്, മുന്നോട്ട് നീങ്ങാണ്. ഇപ്പൊ കുറച്ച് ക്ലിയർ ആയില്ലേ? യെസ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ടോ? വരേണ്ടതാണ്. കാരണം നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അവിടെയും കൊടുക്കുന്നത് അല്ലെ, അതിലെ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോണ്ടേ? നമ്മൾ അവിടെ പറഞ്ഞു നെറ്റ് ഫോഴ്സ് അവിടെ എന്താവും എന്ന് പറയുന്നുണ്ടായിരുന്നു, 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല എന്ന് ഞാൻ പറയാണ്. അപ്പൊ ചോദിക്കും അതെന്താ മിസ്സേ, ബാലൻസ്ഡ് ഫോഴ്സ് അവിടെ ക്യാൻസൽ ആവുന്നാണല്ലോ പറഞ്ഞത്, ഇവിടെ എന്തുകൊണ്ട് ക്യാൻസൽ ആവുന്നില്ല? എന്താ വ്യത്യാസം? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു കണ്ടീഷൻ? ഒരു ബോഡിയുടെ മേലെയാണ് അത് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഒരു ഇപ്പോ ടെഗ് ഓഫ് ഫയർ ആണെങ്കിൽ ഒരു കയറിന്റെ മേലെയാണ് രണ്ട് ടീമും ഒരേപോലെ ബാലൻസ് ചെയ്തിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബുക്കിന്റെ മേലെ രണ്ട് സൈഡൊന്നും ഒരേപോലെ ബുക്കിന്റെ മേലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് ബോഡിയാണ്, രണ്ട് ബോഡി ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ ഒരു ബോഡിയുടെ മേലെയാണെങ്കിൽ റിയാക്ഷൻ വരുന്നത് വേറൊരു ബോഡിയുടെ മേലെയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, എന്ത് ചെയ്യാത്തത്, ക്യാൻസൽ ചെയ്യാത്തത്. ആക്ട് ഓൺ ടു ഡിഫറെന്റ് ബോഡീസ്, രണ്ട് വ്യത്യസ്ത ബോഡിയുടെ മേലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, എന്ത് ചെയ്യാത്തത്, ഇത് ക്യാൻസൽ ചെയ്ത് പോകാത്തത്. സോ ന്യൂട്ടന്റെ തേർഡ് ലോ വളരെ എളുപ്പമാണ്, പറയാനും എളുപ്പമാണ്. ആദ്യത്തെ രണ്ട് ലോ വെച്ച് നോക്കുമ്പോൾ ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്തൊരു ആക്ഷനും അതിന്റെ അതേ അളവിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റിയാക്ഷനും സംഭവിക്കും. ഓക്കെ, കുറച്ചും കൂടി നമുക്ക് ഇതിനെ കുറിച്ച് പറയാം. അതിനുവേണ്ടി നമുക്കിതാ നമ്മുടെ ഡെയിലി ലൈഫിലെ കുറെ എക്സാമ്പിൾ പറയാണ്. ഓക്കെ, ബലൂൺ റോക്കറ്റ്, എയർ എസ്കേപ്പ് ബാക്ക്വേർഡ്, ബലൂൺ മൂവ്സ് ഫോർവേഡ്. എന്താണ് ബലൂൺ റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, നമ്മൾ ബലൂൺ വീർപ്പിച്ച് നമ്മൾ അതിനെ ടൈ ചെയ്യാണ്ട് നമ്മൾ അതിനെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താവും, ഈ ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്, മേലോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് മേലോട്ട് പോകുന്നത്? അതിനുള്ളിലെ എയർ താഴോട്ട് വരുന്നത് കണ്ടില്ലേ? അതുകൊണ്ടാണ് അതൊരു ആക്ഷൻ നടക്കുകയാണ് അവിടെ. എയർ താഴോട്ട് പോകുന്നത് ഒരു ആക്ഷൻ ആണെങ്കിൽ ബലൂൺ മേലോട്ട് അതിന് റിയാക്ഷൻ ആയിട്ട് ബലൂൺ എന്ത് ചെയ്യാണ്, മേലോട്ട് പോകുന്നു. എളുപ്പമാണ്. അടുത്തത് ജമ്പിങ് ഫ്രം ബോട്ട്. നമ്മളൊരു ബോട്ടിലൊക്കെ യാത്ര ചെയ്തവരുണ്ടാവും. നമ്മൾ കരയിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ബോട്ടിൽ നിന്ന് നമ്മൾക്ക് കരയിലേക്ക് ചാടണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ബോട്ടിൽ നിന്ന് ചാടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ കരയിലേക്കാണ് നമ്മൾ ചാടുന്നതെങ്കിൽ പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ബാക്കിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബോട്ട് ഒന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നു. അപ്പൊ അതൊരു ആക്ഷൻ ആണ്. അപ്പൊ അതിന് റിയാക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോട്ട് നമ്മളതിനെ മുന്നിലോട്ട് പുഷ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ അവിടെ നടക്കുന്ന രണ്ട് കോണ്ടാക്ട് ആരൊക്കെയാണ്, ബോട്ടും നമ്മളും. ഇനി നമ്മൾ നീന്തുന്ന ടൈം ആണെങ്കിൽ എന്താണ്, വാട്ടറിന്റെ സർഫസും നമ്മളും തമ്മിലാണ് ആ ഒരു കോണ്ടാക്ട് വരുന്നത്, രണ്ട് ബോഡി തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അടുത്തത് വാക്കിംഗ് ആണ്. വി പുഷ് ഗ്രൗണ്ട് ബാക്ക്വേർഡ്, ഗ്രൗണ്ട് പുഷസ് അസ് ഫോർവേഡ്. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഏത് കോണ്ടാക്ട് വരുന്നത്, ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് വരും. അപ്പൊ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു ബാക്ക്വേർഡ്. അപ്പൊ നമ്മളെ ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നടക്കുന്നു. അടുത്തത് ഗൺ റീകോയിൽ. നമ്മള് ഗണ്ണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗണ്ണില് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു ഫ്രണ്ടിലോട്ട് പോണ സമയത്ത് ഈ ഗണ്ണ് ഒന്ന് ബാക്കിലോട്ട് പോണത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, ഒരു ആക്ഷൻ കൊടുക്കുകയാണ് അവിടെ. നമ്മൾ പ്രഷർ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് കൊടുക്കുന്ന, ഫസ്റ്റ് പോർഷൻ ഒരു ആക്ഷൻ, ബുള്ളറ്റ് പോയി. അപ്പൊ അതിന് ഫലമായിട്ട് ഈ ഗണ്ണ് കിക്സ് ബാക്ക്വേർഡ് പോകുന്നു. അപ്പൊ അതാണ് ഈക്വൽ ആസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാം ചലന നിയമത്തിന്റെ കുറച്ച് സവിശേഷതകൾ നമുക്ക് എടുത്ത് പറയാം. കനോട്ട് സേ വിച്ച് ഈസ് ആക്ഷൻ ഓർ റിയാക്ഷൻ. ഇതിൽ ഏതാണ് ആക്ഷൻ റിയാക്ഷൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടും ഇന്റർചേഞ്ചബിൾ ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് അവിടെ എന്താണ്, ഇത് ഒറ്റയ്ക്ക് നിലനിൽക്കൂല, ആക്ഷൻ മാത്രമായിട്ട് നിലനിൽക്കൂല. അല്ലെങ്കിൽ റിയാക്ഷൻ ഒബ്വിയസ്ലി നിലനിൽക്കൂല, കാരണം ആക്ഷൻ ഉള്ളപ്പോഴാണല്ലോ റിയാക്ഷൻ സംഭവിക്കുക. അപ്പൊ ആക്ഷൻ ഇല്ലെങ്കിൽ റിയാക്ഷൻ ഒരിക്കലും നടക്കൂല. അതേപോലെ റിയാക്ഷൻ ഇല്ലാണ്ട് ആക്ഷൻ മാത്രമായിട്ട് നടക്കില്ല. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുത്താണെങ്കിൽ അതിൽ ഏതാണ് ആക്ഷൻ ഏതാണ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് ഇന്റർചേഞ്ചബിൾ ആണ്. അത് ചിലപ്പോ ഇതാവും ആക്ഷൻ അല്ലെങ്കിൽ അതാവും ആക്ഷൻ, കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്തുണ്ട്, ഒരു ആക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഒരു ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു റിയാക്ഷനും ഉണ്ടായിരിക്കും. ഇത് ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ബോഡീസിലാണ്, ഒരിക്കലും സെയിം ബോഡിയിൽ ഇത് ആക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്യാതെ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ആക്ട് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയമാണ് നടക്കുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആക്ട് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം വ്യത്യസ്ത ബോഡികളിൽ നടക്കുന്ന ടു ഫോഴ്സസ് ആണ് എന്ത്, ആക്ഷനും റിയാക്ഷനും. ആക്ഷൻ നിലനിൽക്കുമ്പോൾ അപ്പൊ തന്നെ റിയാക്ഷനും അവിടെ തന്നെ നടക്കുന്നുണ്ട്. അത് ആക്ഷൻ നടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ല റിയാക്ഷൻ നടക്കുക, അറ്റ് സെയിം ടൈം. എന്ന് വെച്ചാൽ നമ്മൾ നീന്തണത് ആലോചിക്കുക, നമ്മൾ വാട്ടറിനെ എത്രത്തോളം ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാതെ കുറെ
കുറെ പുഷ് ചെയ്തിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ല. ഇത് സൈമൾട്ടേനിയസ്ലി നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരേ സമയത്ത് നടക്കുന്നതാണ് ഈ ആക്ഷനും റിയാക്ഷനും. അത് ഒറ്റയ്ക്ക് നിലനിൽക്കൂല. ഒന്നെങ്കിൽ ആക്ഷൻ മാത്രമായിട്ടോ അല്ലെങ്കിൽ റിയാക്ഷൻ മാത്രമായിട്ടോ നടക്കൂല. ആക്ഷൻ ഉണ്ടോ അവിടെ റിയാക്ഷൻ സംഭവിച്ചിരിക്കും. അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത സിറ്റുവേഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് രണ്ട് ബോഡി തമ്മിൽ കോൺടാക്ട് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ നടക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നീന്താണെങ്കിൽ വെള്ളവും നമ്മൾ തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ബോട്ടിൽ നിന്ന് ചാടുമ്പോൾ ബോട്ടും നമ്മൾ തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കോണ്ടാക്ടിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് ഡോണ്ട് നീഡ് കോണ്ടാക്ട്. കാരണം മാഗ്നറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നു, കാന്തം അല്ലെ? കാന്തം വെച്ചിട്ട് കാന്തം അട്രാക്ട് ചെയ്യുന്ന റിപ്പൽ ചെയ്യുന്നില്ലേ? ഇല്ലേ? അതും എന്താണ് പരസ്പരം അവർ എന്ത് ചെയ്യുന്നു? രണ്ട് മാഗ്നറ്റ് എടുത്തു, രണ്ട് ബാർ മാഗ്നറ്റ് എടുത്തു, അത് സെയിം പോൾ ആണെങ്കിൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു ഫോഴ്സ്, അവിടെ ഒരു ആക്ഷനോ റിയാക്ഷനോ നടക്കുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോ കോണ്ടാക്ട് വേണമെന്ന് നിർബന്ധമില്ല. എന്തുണ്ടായാൽ മതി? ഒരു ആക്ഷൻ ഉണ്ടോ ഈക്വൽ എമൗണ്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്ന പറയുന്നത്? ഒരു റിയാക്ഷനും സംഭവിച്ചിരിക്കും, അതും വ്യത്യസ്ത ബോഡി ഒരേ സമയം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? മൊമെന്റം എന്നുള്ള ഒരു വേർഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ കൺസർവേഷൻ ഓഫ് മൊമെന്റം, സംവേഗ സംരക്ഷണം എന്നാണ് പറയുന്നത്. അത് നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് when two or more objects collide, total momentum before collision equal to total momentum after collision provided no external force acts. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മള് നമ്മള് ഒരു ഒരു 5 ഗോട്ടി എടുത്തെന്ന് വിചാരിക്കാം. 5 ഗോട്ടി നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചു. ഞാൻ അതിന് ഒരു ഗോട്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തു? പുഷ് ചെയ്തു. ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാല് അപ്പുറത്തെ സൈഡിൽ നിന്ന് അതേ അളവിൽ തന്നെ ഒരു ഗോട്ടി മാത്രമാണ് വരിക. ഇനി 2 ഗോട്ടി വെച്ചിട്ടാണ് ഞാൻ പുഷ് ചെയ്യുന്നതെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് എത്ര വരും? ഇത് നേരെ പോയിട്ട് കൊളൈഡ് ചെയ്യുമല്ലോ. നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിട്ട് അതിന് പോയിട്ട് കൊളൈഡ് ചെയ്യുമല്ലോ. കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഞാൻ എത്രയാണോ അടിച്ചത്, ഇപ്പൊ ഒന്നാണ് അടിച്ചെങ്കിൽ ഇപ്പുറത്തുനിന്നും അറ്റത്തുനിന്നും ഒന്ന് പോകും. രണ്ടെണ്ണമാണ് അടിക്കുന്നെങ്കിൽ ഇപ്പുറത്തുനിന്ന് രണ്ടെണ്ണം പോകും. അതെന്തുകൊണ്ടാ? ആസ് പെർ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, the total momentum before collision equal to total momentum after collision. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിമുട്ടുക. അത്രേ ഉള്ളൂ. അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ കൂട്ടിമുട്ടണേക്ക് മുന്നേ എത്ര മൊമെന്റം ഉണ്ടോ അതേ മൊമെന്റത്തിൽ തന്നെ ആയിരിക്കും കൊളീഷൻ ശേഷം എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ബോട്ടിയാണ് ഞാൻ അടിക്കുന്നുണ്ടെങ്കിൽ അതേ മൊമെന്റ് അതേ അളവിൽ തന്നെ ഒരു ബോട്ടി അപ്പുറത്തുനിന്ന് മൂവ് ചെയ്യുന്നത്. 2 ബോട്ടി വെക്കുമ്പോൾ അതേ അളവിലുള്ള 2 ബോട്ടി ഇപ്പുറത്തുനിന്ന് മൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികവും വസ്തുക്കൾ കൂട്ടിമുട്ടുമ്പോൾ ബാഹ്യബലം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കൂട്ടിമുട്ടുന്നതിന് മുമ്പുള്ള ആകെ സംവേഗം ഈക്വൽ ടു കൂട്ടിമുട്ടിയതിനു ശേഷമുള്ള ആകെ സംവേഗം എന്നാണ് പറയുന്നത്. അവിടെ സംവേഗം നഷ്ടപ്പെടുന്നില്ല, മൊമെന്റം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒബ്ജക്റ്റിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. നമ്മുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള ചാപ്റ്ററിന്റെ ഫൈനൽ ഭാഗത്തേക്ക് കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, ഘർഷണ ബലം. കേട്ടിട്ടുണ്ട് ഈ ഫ്രിക്ഷൻ എന്നുള്ള വാക്ക്? നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ നമ്മളൊരു പെന്ന് റോൾ ചെയ്യുമ്പോൾ അത് പോയിട്ട് തനിയെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്നു, ഇതിനൊക്കെ എന്തോ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും. യെസ്, ദിസ് ഈസ് ദ റീസൺ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇപ്പോ നമ്മൾ പെന്ന് ഒരു ഗ്രൗണ്ട് നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് തനിയായിട്ട് നിൽക്കുന്നു അല്ലെ? നമ്മൾ പോയിട്ട് ചെയ്യണം. അവിടെ എന്തോ ഒരു മാജിക് സംഭവിക്കുകയാണ്. അത് തനി നിന്നു. ആ മാജിക്കിന്റെ പേരാണ് എന്ത്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അവിടെ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യാണ്. ആ ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ ആ ഗ്രൗണ്ട് ഈ പെന്നിന്റെ മേലെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ദാറ്റ് ഫോഴ്സ് ഇസ് കോൾഡ് ഫ്രിക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദ ഫോഴ്സ് ദാറ്റ് ഓപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. അപ്പൊ പെന്ന് ഈ ഒരു എന്താ പറയാ ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ പെന്നും ഗ്രൗണ്ടിൽ തമ്മിലൊരു ആ ഒരു സർഫസ് തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടല്ലോ. അപ്പൊ ആ ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ അതിന്റെ പെന്നിന്റെ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നത്? പെന്നിന്റെ മേലെ ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പെന്നിന്റെ മോഷൻ അങ്ങനെ ഓപ്പോസ് ചെയ്യാണ്. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോഴ്സ് ദാറ്റ് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് an object. ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഒരു ഒബ്ജക്റ്റ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് പറയുന്നത്. ഇഫ് ഒബ്ജക്ട് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി which gives applied force equal to friction that equal to net force equal to 0. ഇപ്പൊ ഈ ഒബ്ജക്റ്റ്
കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്തിന് ഈക്വൽ എന്നാ പറയുന്നത്? ഫ്രിക്ഷന് ഈക്വൽ ആവുന്നതാണ് പറയുന്നത്. അപ്പൊ അവിടെ നെറ്റ് ഫോഴ്സ് എന്തായി മാറും? 0 ആയിട്ട് മാറും. ഓൾറെഡി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ഫ്രിക്ഷൻ ഈക്വൽ ആയിരിക്കും. അപ്പൊ അവിടെ നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ പെന്ന് നമ്മൾ ഉരുട്ടി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് തനിയെ നിൽക്കുന്നത്. അത് അവിടെ എന്തെങ്കിലും ഒരു മാന്ത്രികം നടക്കുന്നതുകൊണ്ടല്ല, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഫോഴ്സസ് ഓഫ് ഫ്രിക്ഷൻ ഡിഫറെന്റ് ടൈപ്സ്, പലതരത്തിലുണ്ട്. ഘർഷണം പല വിധത്തിൽ ഉണ്ട്. ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. അപ്പോ അതിനു മുന്നേ ഈ ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ നമുക്ക് നടക്കാൻ പറ്റുന്നത് എന്ത് കാരണമാണ്? ഫ്രിക്ഷൻ കാരണമാണ്. നമുക്കൊരു പെണ്ണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കാരണമാണ്. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഇനി നമ്മളിപ്പം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാല് നമ്മളിങ്ങനെ മുറ്റത്തൊക്കെ നമുക്ക് വഴുക്കി വീഴാറുണ്ടല്ലോ, നമുക്ക് സ്ലിപ്പായി പോകാറുണ്ട്. അപ്പൊ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവോ? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഫ്രിക്ഷൻ കുറവായിരിക്കും അവിടെ. കാരണം സ്മൂത്ത് സർഫസിൽ ഈ ഫ്രിക്ഷൻ കൂടുതലുള്ളത് എവിടെയായിരിക്കും? റഫ് ആയിട്ടുള്ള സർഫസിൽ ഉണ്ടാവുക. അപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വീഴാൻ പോകുന്നത്. നമുക്കൊരു ഫ്രിക്ഷൻ ഒരു റഫ് സർഫസിലൂടെ നടക്കുമ്പോൾ നമ്മൾ വീഴില്ല, പക്ഷെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലൂടെ നടക്കുമ്പോൾ നമ്മൾ സ്ലിപ്പ് ആവാൻ പോകുന്നുണ്ട്. അവിടെ ഫ്രിക്ഷൻ കുറവായതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ഘർഷണം അഥവാ ഫ്രിക്ഷൻ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു, അത് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സെക്കൻഡ് വൺ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അഥവാ കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ആക്ട്സ് ബിഫോർ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ്, പ്രിവെന്റ്സ് മോഷൻ. എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ചെയർ റെസ്റ്റിലിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പോയിട്ട് ആ ചെയറിന് എന്ത് ചെയ്യാൻ പോവാണ്? മൂവ് ചെയ്യിക്കണം. എനിക്ക് ആ ചെയറിന് അവിടെ നിന്ന് മൂവ് ചെയ്യിക്കണം. അപ്പൊ എന്ത് വേണം? ഞാൻ ആ ചെയറിൽ എന്ത് ചെയ്യണം? നോക്കി നിന്നാ മൂവ് ചെയ്യോ? ഇല്ല. എന്ത് ചെയ്യണം? അതിലേക്ക് ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കണം. ഞാൻ അതിനെ പുഷ് ചെയ്യാൻ പോവാണ്. പക്ഷെ ആ പുഷ് അതേ സമയം അവിടെ എന്ത് ആക്ട് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അത് കാരണം നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഈ ചെയർ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? സ്റ്റേഷനറി സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് മേലെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ എനിക്ക് ആ ചെയർ മൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും കൂടി ഫോഴ്സ് കൂട്ടി കൊടുത്തു. അപ്പൊ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായി? ഒരു മാക്സിമം വാല്യൂലെത്തി. അപ്പൊ എനിക്ക് ചെയർ മൂവ് ചെയ്തേ പറ്റൂ. മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ മാക്സിമം വാല്യൂ ഉണ്ടല്ലോ, ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു മാക്സിമം വാല്യൂ എത്തി എന്ന് പറഞ്ഞില്ലേ, അതിനെ ഞാൻ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അപ്പൊ അതിൽ കൂടുതൽ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനേക്കാൾ കൂടുതൽ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ചെയർ അവിടെ എന്തായത്? മൂവ് ചെയ്തത്. ഓക്കെ, അപ്പോ അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ? ഇതേ അവസ്ഥയില് ഇപ്പൊ ഈ ചെയർ ഇപ്പൊ എന്തായി? ഞാൻ മൂവ് ചെയ്തപ്പോ മൂവ് ആയി. സി, അത് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കായി. ഇനി അപ്പൊ ഞാന് എനിക്കത് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ അതിലേക്ക് ഇങ്ങനെ ഫോഴ്സ് കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷൻ ആണ് എന്ത്? കൈനറ്റിക് ഫ്രിക്ഷൻ അഥവാ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഓൾറെഡി ഒരു മൂവിംഗ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണോ കൂടുതൽ ഉണ്ടാവുക? ഈ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിക്കുക. ഞാൻ ഓൾറെഡി റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനാണോ, അതോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യിക്കാനാണോ ഞാൻ കൂടുതൽ ഫോഴ്സ് എടുത്തത്? യെസ്, റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മോശയ്ക്ക് കൊണ്ടുവരാനാണ് കൂടുതൽ ഫോഴ്സ് എടുത്തത്. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. കാരണം ഓൾറെഡി മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് ഫോഴ്സ് ഇങ്ങനെ കൊടുത്താൽ പോയാൽ മതി. അപ്പൊ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മോഷനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കുറച്ച് കൂടുതൽ ഫോഴ്സ് അവിടെ കൊടുക്കണം. അതുകൊണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ വരുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രിക്ഷൻ, ഘർഷണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, ഈ ഫ്രിക്ഷൻ കൂടുതൽ ഉണ്ടാവുക റഫ് സർഫസിലാന്ന് പറഞ്ഞു. അപ്പൊ സ്മൂത്ത്നെസ് ഓഫ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഫ്നെസ് കൂടുമ്പോൾ ഫ്രിക്ഷൻ അവിടെ ഉണ്ട്. സ്മൂത്ത് ആവുമ്പോൾ ഫ്രിക്ഷൻ കുറയാണ് ചെയ്യാം. ഇപ്പൊ രണ്ട് എക്സാമ്പിൾ വന്നിട്ടുണ്ട്, ഗ്ലാസും ഉണ്ട് സാൻഡും ഉണ്ട്. ഗ്ലാസ് സ്മൂത്ത് സർഫസ് ആണ്, അപ്പൊ ഫ്രിക്ഷൻ കുറവായിരിക്കും. സാൻഡ് ആകുമ്പോൾ റഫ് സർഫസ് ആണ്, അപ്പൊ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഇത്ര മാത്രം ആലോചിക്കുക, റഫ് സർഫസിൽ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗ്ലാസ് സാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പെൻസിൽ അതിൽ റോൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുതൽ മൂവ് ചെയ്തതിലാണ്? ഗ്ലാസ്സിലാണ്. സാൻഡിനേക്കാൾ കൂടുതൽ ഏതിൽ വരിക? ഗ്ലാസ്സിലാണ്. കാരണം ഫ്രിക്ഷൻ കൂടുതൽ ഏതിലാണ്? സാൻഡിലാണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താണ്? ദ ഫോഴ്സ് വിച്ച് ഓപ്പോസ് ദ മോഷൻ ഓഫ് ആൻ ബോഡി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ അഥവാ വെയിറ്റ് ആണ്. എന്നുവെച്ചാൽ ഹെവിയർ ബോക്സിനാണോ
അല്ലെങ്കിൽ ഒരു എം ടി ബോക്സ് ആണോ ഞാൻ കൂടുതൽ മൂവ് ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് എടുക്കുന്നത്? ഹെവി ബോക്സ് അല്ലേ? അപ്പൊ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ പ്രഷർ വരും, അപ്പൊ അവിടെ ഗ്രേറ്റ് ഫ്രിക്ഷൻ വരും. ഓക്കെ, മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഫ്രിക്ഷനും കൂടും. സ്മൂത്ത്നെസ് റഫ്നെസ് ആകുമ്പോൾ ഫ്രിക്ഷൻ വരും, അതേപോലെ മാസ് കൂടുമ്പോഴും ഫ്രിക്ഷൻ കൂടുന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് അറിയാം, കൂടുതൽ മാസുള്ള ഒരു ബോക്സ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം, ഫ്രിക്ഷൻ കൂടുമെന്നാണ് പറയുന്നത്. ക്ലിയർ? So that's the two factors which are smoothness of surface and normal reaction or weight. Okay, mass. Got it? Okay. അപ്പൊ ഈ ഘർഷണത്തിന് അല്ലെങ്കിൽ ഈ ഫ്രിക്ഷന് കുറെ ഗുണങ്ങളുണ്ട്, എന്നാൽ കുറെ ദോഷങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് ഉപയോഗങ്ങളുണ്ട്, എന്നാൽ കുറെ ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നെസസറി ഈവിൾ എന്ന് വിളിക്കും. നമുക്ക് ആവശ്യമുള്ള ഒരു ഈവിൾ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ നോക്കാം. കുറെ ഗുണങ്ങളുണ്ട്, അതിൽ കുറച്ച് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് വാക്കിംഗ്. നമുക്ക് നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കാല് അല്ലെങ്കിൽ ഷൂവുമായിട്ട് ഗ്രൗണ്ട് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. അവരുടെ ഇടയിൽ ഈ ഒരു നമ്മുടെ കാലുകളോ അല്ലെങ്കിൽ നമ്മുടെ ഷൂവും ഗ്രൗണ്ടും തമ്മിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നടക്കാൻ ഇല്ല. അടുത്തത് റൈറ്റിംഗ്. കനോട്ട് റൈറ്റ് വിത്ത് പെൻ ഓർ ചോക്ക് വിത്തൗട്ട് ഫ്രിക്ഷൻ. നമുക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതാം അല്ലെങ്കിൽ ബുക്കിൽ നമ്മൾ എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് പെന്ന് ഹോൾഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. പിന്നെ കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ്സ് സ്റ്റാൻഡ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്രിക്സ്. ഈ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അവിടെ ആ ബ്രിക്സിന്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങനെ നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് നെയിലിംഗ്. നെയിൽ സ്റ്റേ ഇൻ വാൾ ഡ്യൂ ടു ഫ്രിക്ഷൻ. നമ്മൾ ചുമരുമ അടിക്കുന്നില്ലേ, അത് അവിടെ തന്നെ നിൽക്കണം, എന്തുകൊണ്ടാ? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. പിന്നെ വെഹിക്കിൾ ഗ്രിപ്പ്. നമ്മള് കാറ് മൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കാർ എന്നല്ല, ഏതൊരു വണ്ടിയായാലും റോട്ടിൽ മൂവ് ചെയ്യണമെങ്കിൽ ഫ്രിക്ഷൻ കുറയണം. ആ ഫ്രിക്ഷൻ ഉണ്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടയർ ത്രെഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് വണ്ടികളിൽ. ഇപ്പൊ ഫ്രിക്ഷൻ കൂടും, ബെറ്റർ ഗ്രിപ്പ് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ്. ഇനിയും കുറെ ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഓക്കെ ഇത് ഫ്രിക്ഷൻ കാരണമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ കുറച്ച് എക്സാമ്പിൾ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ദോഷങ്ങൾ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, നമുക്ക് ആവശ്യമുള്ള ഒരു ഈവിൾ ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് വൺ, വേസ്റ്റേജ് ഓഫ് എനർജി. ഒരുപാട് എനർജി ലോസ് ചെയ്യുന്നുണ്ട് ഈ ഫ്രിക്ഷൻ കാരണം. റെഡ്യൂസസ് എഫിഷ്യൻസി. ഇപ്പൊ നമ്മൾ ഈ സ്റ്റിച്ചിങ് മെഷീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസ്, ഫാക്ടറിയിലൊക്കെ മെഷീൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്രിക്ഷൻ അങ്ങനെ ചിലപ്പോൾ ഈ വീലൊക്കെ മൂവ് ടൈറ്റ് ആയിട്ട് നിൽക്കില്ലേ, അപ്പൊ ഫ്രിക്ഷൻ ആണ് അവിടെ, അപ്പൊ അതുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? കുറെ എനർജി വേസ്റ്റ് ആവുന്നുണ്ട്, എഫിഷ്യൻസി കുറയുന്നുണ്ട്. പിന്നെ വെയർ ഔട്ട് മെറ്റീരിയൽസ്. ഈ തേയ്മാനം സംഭവിക്കാന്ന് പറയും. അപ്പൊ നമ്മൾ കുറെ നടന്ന് നമ്മുടെ ചെരുപ്പ് തേയില്ലേ, അതേപോലെ റെയിൽവേ ട്രാക്കിൽ തേയ്മാനം വരുന്നത്, അതേപോലെ മെഷീൻ പാർട്സ് അല്ലെങ്കിൽ മെഷീന്റെ ഓരോ പാർട്സ് തേഞ്ഞു പോകുന്നത് എന്ത് കാരണമാണ്? ഈ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ കൊണ്ട് ഉപയോഗമുണ്ട്, ഇതേപോലെയുള്ള കുറെ ദോഷങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനുള്ള പരിഹാരം നമ്മൾ കാണണ്ടേ? അപ്പൊ എങ്ങനെ നമുക്ക് പരിഹാരം കാണാം? ഇവിടെയൊക്കെ ഈ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമാണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രിക്ഷൻ നമ്മൾ കുറച്ചു കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെയാണ് കുറയ്ക്കാൻ നോക്കാം? എങ്ങനെയാണ് ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ നോക്കാം? അതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അനദർ ഫ്രിക്ഷൻ കോൾഡ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു പെന്ന് റോൾ ചെയ്ത് പോവുക, അതേപോലെ ഇപ്പൊ വണ്ടികളിലൊക്കെ ടയർ റോൾ ചെയ്യാണ്. അപ്പൊ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് മേലെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ. അത് സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതെന്തുകൊണ്ടാ? റോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാം സർഫസുമായിട്ടുള്ള കോൺടാക്ട് വളരെ കുറവാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ റോൾ ചെയ്ത് പോവാണ്. പക്ഷെ സ്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫോഴ്സ് നമ്മൾ എടുക്കണം. റോൾ ചെയ്യുമ്പോഴാണോ സ്ലൈഡ് ചെയ്യുമ്പോഴാണോ കൂടുതൽ ഫോഴ്സ് ആവശ്യം വരിക? സ്ലൈഡ് ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കുമല്ലോ കുറവ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ തന്നെയാണ് റോളിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവ്. ഐ മീൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ബോൾ ബിയറിംഗ്സ് യൂസ്ഡ് ഇൻ മെഷീൻസ് ടു കൺവേർട്ട് സ്ലൈഡിംഗ് ഇൻ ടു റോളിംഗ്. അപ്പം ഈ മെഷീൻസിലൊക്കെ വീല് യൂസ് ചെയ്യുന്നത്, അപ്പം നമുക്കറിയാം ഹ്യൂമൻ ബീങ്ങിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ് എന്തെന്ന് പറയുന്നത്? വീൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ റോളിംഗ് ആയിട്ട് ഇപ്പൊ ഈ മെഷീൻസിലൊക്കെ വീല് കൊണ്ടുവരുന്ന വെച്ചാൽ അവിടെ ഈ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് മാറിയിട്ട് എന്ത് ഫ്രിക്ഷൻ ആയിട്ട് മാറും? അവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് അവിടെ അതിൽ നമ്മൾ കണ്ടിട്ട് ഇപ്പൊ ഈ വണ്ടികളുടെ ഒക്കെ ടയറിൽ നമ്മൾ ബോൾ ബിയറിംഗ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ലൂബ്രിക്കൻസ് ലൈക്ക് ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ പാർട്സ്. നമ്മൾ മെഷീൻസിലൊക്കെ നമ്മളിങ്ങനെ ഗ്രീസ് അല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കും. നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡോറൊക്കെ ചിലത് നമ്മൾക്ക് അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ അവിടെ ഓയിൽ ഗ്രീസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദീസ് ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് വെയർ ആൻഡ് ടിയർ. പിന്നെ ചെയ്യുന്നതുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഡിമെറിറ്റ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഈ തേയ്മാനമൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും.
ഓക്കെ. പക്ഷെ ഇത് എല്ലാ സിറ്റുവേഷനിലും അപ്ലിക്കബിൾ അല്ല കേട്ടോ. ഇപ്പൊ നടക്കുന്ന വഴിയിൽ കൊണ്ടുപോയിട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ വീഴും. അവിടെ നടക്കാൻ പറ്റൂല. അപ്പൊ ഈ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഡീൽ ചെയ്യാന്നുള്ളതാണ്. ഫ്രിക്ഷൻ നമുക്ക് ചില സിറ്റുവേഷനിൽ ആവശ്യമാണ്. നടക്കാൻ നമുക്ക് ഫ്രിക്ഷൻ ആവശ്യമാണ്. പക്ഷെ മെഷീൻ പാർട്ടിലൊക്കെ ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അവിടെ നമുക്ക് ഫ്രിക്ഷൻ പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നമുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഇത്തരം ലൂബ്രിക്കൻസും ബോൾ ബിയറിംഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റുക അല്ലെങ്കിൽ പെണ്ണ് ഹോൾഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അവിടെ ഫ്രിക്ഷൻ നമുക്ക് യൂസ്ഫുൾ ആണ്. അത്തരം സിറ്റുവേഷനിൽ പെണ്ണിന്റെ മേലെ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള അതൊന്നും ചിന്തിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ദ വെരി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിന്റെ ത്രസ്റ്റ് ആൻഡ് പ്രഷർ. തള്ളലും മർദ്ദവും. എന്താ നോക്കാം. എന്താണ് ഈ ത്രസ്റ്റ്? പ്രഷർ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും. ഓ, എക്സാം ആയി കഴിഞ്ഞാൽ പ്രഷറാണ് ടീച്ചറെ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്ക് പ്രഷർ കുറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പൊ പ്രഷർ എങ്ങനെയൊക്കെയോ പല രീതിയിൽ നമ്മുടെ ലൈഫിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ത്രസ്റ്റ് അങ്ങോട്ട് കേട്ടിട്ടില്ല. ട്രസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ത്രസ്റ്റ് കേട്ടിട്ടില്ല അല്ലെ. അപ്പൊ ഈ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് എ ബോഡി. ഞാൻ ഒരു ടേബിളിൽ ഒരു ബുക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് ആ ബുക്കിന്റെ സർഫസിലേക്ക് ആ ബോഡി എന്തെങ്കിലും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സിനെ പറയുന്ന പേരാണ്, ലംബമായിട്ട് നമ്മളെ വസ്തുവിന് പ്രതലത്തിൽ വരുന്ന ആ ഒരു ബലമാണ് എന്ത്? ത്രസ്റ്റ് അഥവാ തള്ളൽ എന്ന് പറയുന്നത്. ഓക്കെ. ത്രസ്റ്റ് അഥവാ തള്ളൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വെയിറ്റ് ഓഫ് എ ബുക്ക് ഓൺ എ ടേബിൾ എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. മേശപ്പുറത്ത് ഒരു പുസ്തകത്തിന്റെ ഭാരം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആ വസ്തുവിന്റെ പ്രതലത്തിന് ലംബമായിട്ട് പ്രവർത്തിക്കുന്ന ബലത്തിന് നമ്മൾ എന്ന് പറയുന്നത് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ആ ഒരു ത്രസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ടാണ് ആ ടേബിളിന്റെ മേലെ ബുക്ക് അവിടെ ഇരിക്കുന്നത്. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ. ഇനി എന്താണ് ഇപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ? പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്നാണ്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ ഇക്വേഷൻ പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളതാണ്. ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ത്രസ്റ്റിനെ പറയുന്ന പേരാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പൊ ആലോചിക്കാം. ഇപ്പൊ ഒരു ബോഡി എടുത്തു. ആ ബോഡിയുടെ ഒരു യൂണിറ്റ് ഏരിയ എടുക്കുക. ആ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അഥവാ അതിന് നമുക്ക് എന്ത് വിളിക്കാം? പാസ്കൽ എന്ന് വിളിക്കാം. ഈ പാസ്കൽ എന്ന് വന്നിരിക്കുന്നത് സയന്റിസ്റ്റ് ആയിട്ടുള്ള ബ്ലേസ് പാസ്കൽ എന്ന സയന്റിസ്റ്റിന്റെ ഒരു പേരിന് ബഹുമാനാർത്ഥാണ് നമ്മൾ ആ പാസ്കൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഇതേപോലെ നമ്മൾ പഠിച്ചു. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞില്ലേ? ന്യൂട്ടൺ ആണല്ലോ ആ ഇക്വേഷൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ന്യൂട്ടൺ ആണ് നമ്മൾ ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് പറഞ്ഞു. അതേപോലെ പ്രഷറിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പാസ്കൽ എന്ന് പറയുന്നത്. ബ്ലേസ് പാസ്കൽ എന്ന സയന്റിസ്റ്റിന്റെ ഒരു പേരിൽ നിന്നാണ് ആ ഒരു യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് പാസ്കൽ ഓൾസോ ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. അപ്പൊ 1 പാസ്കൽ ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. അപ്പോ തള്ളലും മർദ്ദവും അല്ലെങ്കിൽ ത്രസ്റ്റും പ്രഷറും. എളുപ്പല്ലേ? ഓക്കെ. ഇനി നമുക്ക് മർദ്ദത്തിന്റെ കുറച്ച് പ്രയോഗങ്ങൾ, പ്രഷറിന്റെ കുറച്ച് ഡെയിലി ലൈഫ് പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് നോക്കാം. നെയിൽസ് ആർ പോയിന്റ്. യെസ്, നമ്മൾ ചാപ്റ്റർ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കത്തിയൊക്കെ പോലെയുള്ള നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പല ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ എഡ്ജ് ഭയങ്കര ഷാർപ്പാണ്. എന്തുകൊണ്ടാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് നെയിൽസ് ആർ പോയിന്റ്. നമ്മളറിയാം ആണികളുടെ അറ്റം കൂർത്തതായതുകൊണ്ടാണ് നോക്കാം. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രസ്റ്റ് പെർ ഏരിയ എന്നാണ്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളതാണ്. അപ്പൊ ഈ പോയിന്റഡ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏരിയ കുറവാണ്. ഏരിയ കുറയുമ്പോൾ ഒബിയസ്ലി എന്ത് വരും? പ്രഷർ കൂടും. ഓക്കെ. പ്രഷർ ഈക്വൽ ടു ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുക. പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളതാണ്. അപ്പൊ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ അല്ലെ. ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടുന്നു, ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. അത്ര മാത്രം ആലോചിക്കുക. അപ്പൊ ആണിയുടെ അറ്റം എന്ന് പറയുമ്പോൾ കൂർത്തതാണ്. അപ്പൊ അവിടെ ഏരിയ കുറവാണോ കൂടുതലാണോ? കുറവാണ്. ഏരിയ കുറയുമ്പോൾ എന്ത് കൂടും? പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ നമുക്ക് സുഖമായിട്ട് ആ അണീനെ എന്ത് ചെയ്യാൻ പറ്റും? ചുമരിലേക്ക് വെച്ച് അല്ലെങ്കിൽ ഹാമർ ചെയ്ത് കയറ്റാൻ പറ്റും. നമ്മളല്ലേ. അടുത്തത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സാധനമാണ് സ്കൂൾ ബാഗ് അല്ലെ. സ്കൂൾ ബാഗ്സ് ഹാവ് ബ്രോഡ്സ്. നമ്മൾ സ്കൂൾ ബാഗ് ശ്രദ്ധിച്ചാൽ കാണാം ഭയങ്കര വീതിയായിട്ടുള്ള സ്ട്രാപ്പാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഈ ഷോൾഡറിൽ നല്ല വീതിയുള്ള സ്ട്രാപ്പാണ് ഉണ്ടായിരിക്കുക സ്കൂൾ ബാഗുകൾ. അതെന്തുകൊണ്ടാ? സ്ട്രാപ്പിന്റെ വീതി കൂടുമ്പോൾ എന്താ? ഏരിയ കൂടുതലാണ്. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. പ്രഷർ കുറയാ പറഞ്ഞ എന്താ? പെയിന് കുറയുക എന്നുള്ളതാണ്. നമുക്ക് അത്രയും പ്രഷർ ഇവിടെ ഇല്ല, നമുക്ക് പെയിന് കുറയും. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു വീതി കൂടിയ ഐ മീൻ സ്ട്രാപ്പ് ഉള്ള ഒരു ബാഗ് അത്യാവശ്യം വെയിറ്റ് ഇട്ടിട്ട് അതേപോലെ വീതി കുറഞ്ഞുള്ള ബാഗുകളും അവൈലബിൾ ആണ്. അതിട്ട് നോക്കുക ഏതിനാണ് വെയിറ്റ്, ഏതിനാണ് പെയിന് കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണ് പെയിന് കുറവെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
സ്കൂൾ ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കുറെ ബുക്കുകളൊക്കെ നമുക്ക് വെക്കണം, കുറെ വെയിറ്റ് ഒക്കെ നമുക്ക് അതിൽ വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് കൂടുതൽ ഇവിടെ സ്ട്രാപ്പിന്റെ വീതി കുറയുമ്പോൾ എന്ത് വരും, പ്രഷർ കൂടും, പ്രഷർ കൂടുമ്പോൾ നമുക്ക് പെയിൻ വരും. അതുകൊണ്ടാണ് സ്കൂൾ ബാഗിന്റെ ഒക്കെ സ്ട്രാപ്പിന് അത്യാവശ്യം ബ്രോഡ് ആയിട്ട് വെക്കുന്നത്. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു, വേദനയും കുറയുന്നു. സിമ്പിൾ. അടുത്തത് ആർമി ടാങ്ക്സ് ഹാവ് വൈഡ് ട്രാക്സ് എന്നുള്ളത്. ഈ പട്ടാളക്കാരുടെ ടാങ്കുകൾക്ക് ഭയങ്കര വീതിയുള്ള ട്രാക്കാണ്. എന്താ, വീതി കൂടുമ്പോൾ പ്രഷർ കുറയുന്നു, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗ്രൗണ്ടിൽ സിങ്ക് ചെയ്ത് വെക്കാൻ, അതിൽ നിലത്ത് താഴ്ന്നു പോകാണ്ട് വെക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലെസ് പ്രഷർ ആണ്. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുമ്പോൾ എന്താണ്, ഡോണ്ട് സിങ്ക് ഇൻ ഗ്രൗണ്ട്, അത് അധികം താഴ്ന്ന് പോകുന്നില്ല. ഓക്കെ, എന്നുവെച്ചാൽ ആണയുടെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ വരും. അടുത്തത് കട്ടിംഗ് ടൂൾസ് ആർ ഷാർപ്പ്. നമ്മൾ കത്രിക ഒക്കെ എന്താണ്, ഭയങ്കര ഷാർപ്പാണ്. ഷാർപ്പ് എന്ന് വെച്ചാൽ എന്താ, അവിടെ ഏരിയ കുറവാണ് അല്ലെ, കൂർത്തതും ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആയിരിക്കും, ഏരിയ കുറവായിരിക്കും. അപ്പൊ അവിടെ കൂടുതൽ പ്രഷർ വരും. പ്രഷർ ആണ് കൂടുതൽ നന്നായിട്ട്, അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് എക്സാമ്പിൾസ് മൈൻഡിൽ വരുന്നുണ്ടാവും. ഓക്കെ, ഇതുകൊണ്ടാണ് അല്ലെ ഇപ്പൊ ഇതിങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇത്രയും പോയിന്റഡ് ആയിട്ട് വന്നത് എന്നുള്ള സാധനം നിങ്ങൾക്ക് ഇപ്പൊ മൈൻഡിൽ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ലിസ്റ്റ് ഔട്ട് ചെയ്തുള്ള എക്സാമ്പിൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ കത്തിയൊക്കെ ഷാർപ്പ് ആയതല്ലേ, അവിടെ ഏരിയ കുറവാണ്, അപ്പൊ പ്രഷർ കൂടുതലാണ്. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഈസിലി കട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നന്നായിട്ട് പ്രഷർ വേണമല്ലോ. അതുകൊണ്ടാണ് അവിടെ ഷാർപ്പായിട്ട് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ. നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയാം, അതിങ്ങനെയാണ് നടക്കുന്നത്, ഇത് ഇതുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നല്ല. നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഓക്കെ ഇതാണ് ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇതിലിപ്പം എന്താ, ഫോഴ്സ് എന്താന്ന് പറഞ്ഞു, മോഷൻ എന്താന്ന് പറഞ്ഞു, അത് തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കണക്ഷൻ വെച്ചിട്ട് ന്യൂട്ടൺ 3 ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അതിന് ഫസ്റ്റ് ലോ നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഇനേഷ്യ എന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ലോ പറഞ്ഞപ്പോൾ നമുക്ക് ഫോഴ്സിന് ഒരു ഇക്വേഷൻ അവിടെ റെഡ്യൂസ് ചെയ്തു. പിന്നെ മൊമെന്റം എന്നുള്ള ഒരു ടേം അവിടെ കൊണ്ടുവന്നു. പിന്നെ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു. ദെൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ നിൽക്കാൻ പറ്റുന്ന തേർഡ് ലോ പറഞ്ഞു. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞ, ഫ്രിക്ഷൻ പറഞ്ഞു. ഫ്രിക്ഷൻ തന്നെ പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ത്രസ്റ്റും പ്രഷറും പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമുക്ക് നടക്കുക എന്നുള്ളത്. ഇതാണ് ഇതിന്റെ കാരണം, ഇത് ഇതുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോസിന്റെ ഒക്കെ ഡെഫിനേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, ദെൻ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, അത് എങ്ങനെയാണ് അത് വന്നെന്നുള്ളത്. പിന്നെ അത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് വരും. പ്രോബ്ലം ഞാൻ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരിക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് മോഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹോപ്പ് യു ആർ ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.